എന്റെ അമ്മേ. മണി എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേ വരെ ആരും ചത്തിട്ടില്ലടാ. അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. നീയുമായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരിടണം. അത്രയും വേണോടാ? എടാ, നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് വിശക്കുന്നില്ലേ? കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തന്ത ചത്ത ഞാൻ സഹിക്കും, വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ എനിക്ക് വാ, പലതും കിട്ടുമെന്ന് നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കളിക്കാൻ പോക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ടേ അടിച്ചു തോലിരിക്കും ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ അമ്മയാക്കൾക്ക്. ശവം മാറി. നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? വേണ്ട. കളിച്ചാൻ പോണോ? പോണം. ആഹാരം കഴിച്ചിട്ട് നമുക്ക് കളിച്ചാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരേ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ അങ്ങനെയല്ല, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ശരിക്കില്ല. നോക്കി നിൽക്കാതെ നടക്കുക. ഒന്ന് നിൽക്കുക. ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല. സാരമില്ല, നോം ക്ഷമിച്ചിരിക്കണോ. അല്ല, ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധമുണ്ടോ? പക്ഷെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ പറ്റൂ. നീ ആരാടാ? അവനെ ഒന്നും ചെയ്യണ്ട, അവൻ എന്റെ കൂടെ വന്നതാ. ഞാൻ അവന്റെ കൂടെ വന്നതാ. അച്ഛാ, ദേ അവൻ. എന്റെ കഴുത്തിന് പിടിച്ചല്ലേ ആ ദുഷ്ടൻ. ഹലോ, എന്താ ഇവിടെ? ഇയാളെ അറിയോ? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ആരാന്ന് ചോദിച്ചിട്ട് പറയണില്ല. ഇത്രയും നേരം ഞാനിവിടെ ഒരു പ്രതിമ പോലെ നിന്ന് കൊടുത്തു. ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച്. ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, അർത്ഥമില്ല. അതെ, ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല. നടക്കുക, അങ്ങോട്ട് മാറുക. നിൽക്കുക. വീരൻ വീരൻ തന്നല്ലേ നീയെ? വലിയ മാമി, എനിക്ക് മനസ്സിലായില്ല കുട്ടി. വല്യമ്മാമേ. വല്യമ്മാമ എങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. നല്ല വല്യമ്മാമ, സ്നേഹമുള്ള വല്യമ്മാമ. 5 വയസ്സുള്ളപ്പോ കേട്ടതാ ഞാൻ ഇവനെ. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അതാ രക്തബന്ധം എന്ന് പറയുന്നത്. നിർത്തണോ? കൂടെ നിൽക്കാതെ അവനെ പോയി അടിക്കണോ? അവിടെ പോയി അടിക്കണോ? ഓടിവാ, ഓടിവാ. പ്രേമിക്കണല്ലടാ. പ്രേമിക്കാതെ നിനക്ക് ഉറക്കം വരൂല്ലേ? എന്തോന്നാടാ ഇത് നിങ്ങൾ തമ്മിൽ? ഇരുന്നൂണ് കഴിക്കും. അച്ഛൻ എപ്പോ വന്നു? ഓ, മഹാഭാഗ്യം. ഇപ്പോഴെങ്കിലും നിന്റെ ശബ്ദം ഒന്ന് കേട്ടല്ലോ. അവൻ ഇച്ചിരി മീൻകുളം പോട്. അമ്മേ, ചോറ് ഇത്തിരി കൂടുതൽ വിളമ്പിക്കോ. മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. അമ്മേ, നീ കഴിച്ചു കഴിഞ്ഞില്ലേ? എണീറ്റേ. മോനെ, ഒരു തേർതലാകുമ്പോ എന്താന്ന് പറയാ,
ആ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട. ആ, അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. പ്രകാശ, ഇല്ലച്ചാ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. ആരും അത്ര നകളിക്കൊന്നും വേണ്ട. IMF നമ്മളെയൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിന്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ. അച്ഛാ, ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. IMF-കാർക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ. അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ? അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ. അച്ഛാ, അങ്ങനെ നിർബന്ധമുള്ളവർ പോയി മേടിക്കട്ടെ. പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതറിയോ അച്ഛന്? ആ ഞാൻ കേട്ടു. അച്ഛാ, മൂല്യം കുറച്ചത് നല്ലതിനാ. അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും, വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിനാ. പ്രകാശ, അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ടാ. ഓ പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ ഒരിടത്തിരുന്നോ? അറിയില്ലെന്നോ? ചോദിക്ക്, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആദരിച്ചില്ലേ മനുഷ്യ? ഇനിയും ചോദിക്ക്, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി ഇനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ. ഉച്ചരിച്ചെന്തി? മോനെ, ഉച്ചരിച്ച് നോക്കാം. അപ്പൊ കാണാം. പ്രകാശ, നീ പോ. അച്ഛാ, നീ പോ. നീ അവിടെ ഇരിക്ക്. ഊണ് കഴിക്ക്. വേണ്ട അച്ഛാ, ശരിയാവില്ല. ഇങ്ങനെ പോയാലേ അവൻ റിസീവറും വക്കീല് ഗുമസ്തനുമാകും. ഇന്ന് അവൻ പായസം ഉണ്ടാക്കി അവക്ക് കൊടുത്തു, നാളെ അവൻ പോയസൺ ഉണ്ടാക്കി നമുക്ക് തരും. നനഞ്ഞട നോക്കി കുഴിക്കുക അവൻ കൊഴുത്തുരുമ്പ്. പെട്ടുപോയില്ലേ, ഇനി സഹിച്ചല്ലേ പറ്റൂ. എത്ര നാൾ സഹിക്കും? അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റം ഒന്നും എനിക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല. ഒരലവലാളിയുടെ മുമ്പിൽ നമ്മൾ എത്ര നാൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കും? അവൻ വലിയ രാജാവ്, നമ്മൾ വെരി പൂർ പ്രജകളും. അവന്റെ ജാതകത്തിലും ചിലപ്പോൾ രാജയോഗം കാണുമായിരിക്കും. അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, ഇത് കുരുട്ട് ബുദ്ധി കൊണ്ട് കവർന്നെടുത്ത രാജയോഗമാണ്. അത് നമ്മൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. അവൻ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തി അടിക്കണം. എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രമേ, ഇന്ന് ഞാൻ തന്ന പായസം പായസമേ അല്ല, എന്റെ പ്രേമത്തിന്റെ സിമ്പലാണ്. എന്റെ സതുവേട്ടാ എന്ന രോഹിണിയുടെ കുയിൽനാദം എന്റെ കർണപുടങ്ങളിൽ ഡും 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 എന്ന് അലയടിക്കുകയാണ്. പക്ഷേ അതെല്ലാം തകർക്കാൻ വേഷം കെട്ടി നടക്കുന്ന 2 കശ്മലന്മാരുണ്ട് ഇവിടെ. ആ ഫൽഗുണന്മാർ ഇന്ന് എന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ്. ഉണ്ടോ? ഒന്ന് പോടോ. ഉണ്ടെങ്കിൽ കൊടുക്കണോ? അയ്യടാ, ഈശോയെ, അനക്കമില്ല. അവൻ ചത്തു. സിസ്റ്റർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. സ്കാൻ റിപ്പോർട്ട് കിട്ടിയാലേ എന്തെങ്കിലും പറയാനൊക്കൂ. ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളല്ലേ ഇന്നലെ ഈ രോഗി ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? അതെ എന്നിട്ട് നിങ്ങളല്ലേ മുങ്ങിക്കളഞ്ഞത്? അതെ. ഒരു രോഗിയെ കൊണ്ടുവന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ വേണമെന്ന് അറിയില്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. ഏ? സിസ്റ്റർ, കൂടുതൽ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കരുത്. ഇവൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്ന കാണാൻ കഴിയാത്തോണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയാ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർ? തട്ടിപ്പോവോ? ബോധം കെട്ട് കിടക്കുക. ഒരു ഓർലിക്സ് തരുവോ? നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ബോധം വീണു. ഞങ്ങളുടെ ബോധം പോയി. ഏ? ഇവന് പണ്ടേ തലയ്ക്ക് സുഖമില്ലാത്തവനാ. പ്രാന്ത് നിന്റെ തന്തയ്ക്ക. സിസ്റ്റർ, ഒരു മിനിറ്റ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ? അതുകൊണ്ട് എപ്പോഴൊക്കെ ബോധം വരുന്നോ അപ്പോഴൊക്കെ മയക്കുമരുന്ന് കുത്തിവെച്ചേക്കണം. ഒരു കാരണവശാലും ഇവന് ആശുപത്രി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത്. ഭയങ്കര ശല്യക്കാരനാ. പ്രത്യേകിച്ച് വെള്ള സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ. ആണോ? എങ്കിൽ ഞാൻ ഏറ്റു. ഏറ്റു. അങ്ങനെയാ. നിർത്തടാ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറി പറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ നീ എണ്ണത്തോണി കയറി കിടന്നത്?
ആര് പറഞ്ഞിട്ടാടാ നീ ഇവനെ തിരുമുന്നത്? പറയല്ല, ആജ്ഞാപിക്കായിരുന്നു. ആര്? അങ്ങന്ന്. ഞാനോ? ചേട്ടനല്ല, അങ്ങന്ന്. കണ്ണി കണ്ടവരോട് സംസാരിച്ചോണ്ടിരിക്കാതെ വേഗം തിരുമ. അതെ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എണ്ണത്തോണിലോട്ട് കയറി കിടക്കാൻ. അതെന്താ, നിനക്ക് വല്ല മാറാ രോഗം ഉണ്ടാ? ഇത് രോഗം മാറാനല്ല, സുഖ ചികിത്സയാ. സുഖ ചികിത്സയ്ക്ക് വരാ. ഇതെന്താ നിന്റെ അമ്മായിപ്പന്റെ വീടാ? അതെ, അമ്മായി അപ്പന്റെ വീട് തന്നെയാ. അയ്യോ, എനിക്ക് വീട് തെറ്റിയ? വീടൊന്നും തെറ്റിയിട്ടില്ല. ഈ കിടക്കുന്ന ആരാണെന്നറിയോ? സൂക്ഷിച്ചു നോക്ക്. ആരാ? ഇവിടത്തെ ഗീതുവിനെ കെട്ടാൻ പോണ ചക്കൻ. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാന്നാ കരുതിയേ? എന്തിനാ? പ്രേമിക്കാൻ. പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. എന്റെ ഭഗവതി. പ്രകാശ, എന്താ? അല്ല നിന്റെ നേതാവ് വേറെന്തോ ഒരു പേരാണല്ലോ നിന്നെ വിളിച്ചത്? RSPയോ KSPയോ? അല്ലച്ചാ, KRP. പൊളിറ്റിക്കൽ സർക്കിളിൽ ഞാൻ പറയപ്പെടുന്നത് അങ്ങനെയാ. കോട്ടപ്പള്ളി രാഘവൻ നായർ പ്രകാശൻ, അതാണ് KRP. അയ്യേ, പ്രകാശ് എന്നുള്ള പേര് നല്ലതായിരുന്നില്ലേ? പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് 3 അക്ഷരമുള്ള ഇംഗ്ലീഷ് പേര് രാശിയ. ഇപ്പോ MGR, NTR, PKB, EMS, AKG എല്ലാം 3 അക്ഷരല്ലേ? ഞാൻ KRP 3 അക്ഷരം. ഓ, അതാണല്ലേ. പക്ഷെ മോൻ ഇത്ര വലിയ നേതാവൊക്കെ ആയിട്ടും നമ്മുടെ ആനന്ദനെ ഒന്ന് സഹായിക്കുന്നില്ലല്ലോ. ഏതാനന്ദൻ? നിന്റെ ചേച്ചിയുടെ ഭർത്താവ്, അല്ലാണ്ടാരാ? ഓ, അതാണോ? അച്ഛാ, അളിയൻ ചേട്ടന്റെ കൂടെ കൂട്ടുകൂടി ഞങ്ങളുടെ പാർട്ടിക്കാരെ മുഴുവൻ തല്ലിച്ചതച്ചതാ. അച്ഛനറിയോ, ഇപ്പൊ ഇവിടെ വന്നില്ലേ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾജി? അങ്ങയുടെ ഫ്രണ്ടിൽ തള്ളിയിരിക്കുന്ന 2 പല്ലച്ഛൻ ശ്രദ്ധിച്ചോ? അത് വെപ്പ അളിയന്റെ പണിയാ. ഞാൻ അറിഞ്ഞുകൊണ്ട് അളിയന് വല്ല സഹായം ചെയ്താൽ അതെന്റെ പൊളിറ്റിക്കൽ കരിയറിനെ മുഴുവൻ ബാധിക്കും. അച്ഛൻ വേറെ എന്ത് വേണേലും പറഞ്ഞോ. 6 മാസം കൊണ്ട് ഞങ്ങളുടെ മന്ത്രിസഭ വീഴുന്നും പറഞ്ഞ് ചൊറിയും കുത്തിരി ആളിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. മൂപ്പരോട് പറ അളിയനെ രക്ഷിക്കാൻ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു. ഒത്തിരി പണം ചെലവാക്കി പഠിപ്പിച്ചിട്ടും 2 ആള് ഒരു ജോലിക്കും പോകുന്നില്ലോ എന്നാ എന്റെ വിഷമം. എന്റെ കാര്യം അച്ഛൻ വിട്ടേക്ക്. അച്ഛാ, ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അച്ഛന് മനസ്സിലായില്ലേ? മറ്റൊന്നും അച്ഛനിപ്പോ ആലോചിക്കണ്ട. സഹായിച്ചൂടെ ലഞ്ച് നമുക്ക് കലക്കണം. അച്ഛാ, അതോടെ KRP എന്നുള്ള പേര് നോർത്ത് ഇന്ത്യ വരെ ഫേമസ് ആവും. അവിടെയാ? പിന്നെ ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. എറിഞ്ഞോ? പോരാ എറിഞ്ഞോ? ആ കുപ്പിയിലും കല്ലിലും നോക്കണം. അങ്ങനെയല്ല, അതെ നോക്കൂ, ഇങ്ങനെ അറിയണം. കൊണ്ടില്ലല്ലോ. ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയാണ്. എറിഞ്ഞോ? ഇത് കൊള്ളൂലേ? നല്ല ഉന്നുള്ള കൈയാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കഥാപ്രസംഗരാ. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇടോ, ആ 2 കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞിട്ട് എന്തായാലോ? അവരല്ലേ സാറിന്റെ അപ്പുറം അപ്പുറം ഇരിക്കുന്നത്? ആ തെണ്ടികളാണോ ഈ തെണ്ടി? എടാ, നീയൊക്കെ മാടശ്ശേരി തമ്പിയുടെ കഥ പറയല്ലോ. പറയും സാർ. പറയില്ല സാർ, പറയാം. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിലൊരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം. കൈമാറ്റടാ. ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ. പ്രഷർ ഉണ്ടല്ലേ? ആവശ്യത്തിന് ഷുഗർ ഉണ്ടോ? വേഗം സ്ഥലം വിട്ടോണം. ഇനി 2 പേരെ നാട്ടിലെങ്ങാനും കണ്ടുപോയാ കരിങ്കല്ലിനെ മുട്ടുകാലിയിലടിച്ചോളാം. ഇതാ താക്കോൽ. പേടിക്കാതെ ധൈര്യമായിട്ട് മേടിച്ചോളൂ, ഞാനില്ലേ കൂടെ. കോടതി മുദ്രവയ്ക്കുന്നതിന് മുമ്പുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ലിസ്റ്റായത്. ഒത്തു നോക്കിക്കോളൂ. 10-200 കൊല്ലത്തെ പഴക്കമുള്ള കൊട്ടാരായത്. 2 കൊലപാതകം വേറെയും. അതുകൊണ്ടൊരു ഹോമം നടത്തിയിട്ട് ഭരണം തുടങ്ങുന്നതാ നല്ലത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. അയാള് പറഞ്ഞതിൽ എന്തോ ഒരു ധ്വനി ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ മുറുക്കെ പിടിക്കുന്നേ? ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇരുമ്പ് കയ്യിലുള്ളത് നല്ലതാ. മെല്ലെ. അനന്താ, കിളങ്കയുടെ ശബ്ദം. കോപ്പ് താക്കോല ആണോ?
അനന്ത എനിക്കിവിടെ ജീവിക്കാൻ പ്രയാസമാ. നമുക്ക് റിസീവർ സ്ഥാനം ത്യജിച്ച് പഴയ ഒത്തീർപ്പ് എന്നെ തുടങ്ങിയാലോ? ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. എന്നെ ഇതിനകത്തോണ്ട് ചാടിച്ച നീയല്ലേ? എന്നിട്ടിപ്പോ അയ്യോ കൊട്ടാരോ എന്നൊക്കെ പറഞ്ഞ ഇതുപോലെ ചുക്കിരി വേലയും പിടിച്ച് വാതയും വവ്വാലുമായിട്ട് കിടക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ കരുതിയോ? പിന്നെ സാർ എന്താ കരുതിയത്? സപ്രമഞ്ചത്തിൽ മലർന്ന് കിടന്ന് മൃഷ്ടാന ഭോജനം അടിച്ച് തോഴിമാര് വെഞ്ചാമരം വെച്ച് തരുമെന്ന് വിചാരിച്ചോ? മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോണം. കഴിഞ്ഞോളാം. ആദ്യം ഇതിനകമൊക്കെ ഒന്ന് തുറന്നു കാണാം. എന്നിട്ട് കർത്താവ് തീരുമാനിക്കട്ടെ ഇവിടെ കിടന്ന് ഉറങ്ങണോ അതോ ഇവിടെ കിടന്ന് ചാടണോ. തീരുമാനിച്ചു. ഇവരെന്തിനാ നമ്മൾ അടിച്ചത്? നീ പറഞ്ഞില്ലേ കർത്താവ് തീരുമാനിച്ചായിരിക്കും. ആ ഇനി നീ തീരുമാനിക്ക് ഇവിടെ താമസിക്കണോ അതോ വേണ്ടത്? നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? ഞാൻ ഏതായാലും ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു. നിനക്ക് നിന്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാ ഞാൻ പോവാടാ. പോടാ. വരുന്നു. ഞാൻ പോണില്ല. ബാ. ആരാ മക്കളെ ഇത്രയും പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത്? അമ്മയാണച്ചാ. മാസം 360 രൂപയോ? അവൻ വരുത്തുന്ന മൂരാച്ചി പത്രങ്ങൾ നിർത്തിയ കച്ച. ഞാൻ അയക്കുന്നത് ഇന്ന് ഇത്രയും രൂപ എങ്ങനെ ഭാനു പത്രത്തിന് കൊടുക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകത്തത്. അത് അച്ഛാ, ഞാൻ ഇവിടുന്ന് അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ. പാർട്ടി ഓഫീസിലെ പരിപ്പോടെയും ചായ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. ഇത് അമ്മ എന്റെ ഭക്ഷണത്തിൽ നിന്ന് ലാഭിക്കുന്നതാ. ബഡ്ജറ്റിൽ ഗംഭീര നികുതി ഇളവ്. കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കിക്കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ്. വിപ്ലവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉള്ളിയുടെ വില കുതിച്ചുയർന്നു. കൊച്ചി ആഗസ്റ്റ് 17. 3 മാസം മുൻപ് വരെ 40 കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് 70 രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം 8 ഇരട്ടിയായി വർദ്ധിച്ച് 540 രൂപയായിരിക്കുന്നു. പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ, ചീസ്, ചീപ്പ്, കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു. പൗഡർ, സുഗന്ധദ്രവ്യങ്ങൾ, തുണി തിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെയും വില കുറച്ചു. ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രിയിൽ ഇഷ്ടം പോലെ സൂചി വാങ്ങി തിന്നാലോ. അച്ഛ ഇത് കണ്ടോ? ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കാണ്. പോലീസ് നിർവീര്യമായി നിൽക്കുക. പഴയ സർക്കാർ തന്നെയാണ് അധികാരത്തിലിരിക്കുന്നതെന്ന് കരുതിയാണ് പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി. എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും. ഇന്ന് സ്കൂൾ സമരം വല്ലതും ഉണ്ടോ പത്രത്തില്? ഇന്നൊന്നും കാണുന്നില്ല. പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട്. എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം. ഒരു ബസ് കണ്ടക്ടറും സ്കൂൾ കുട്ടിയും തമ്മിൽ എന്താ പ്രശ്നമുണ്ടെന്ന് കേട്ടു. ഇന്ന് സമരമൊന്നും ഇല്ലല്ലേ? കഷ്ടായിപ്പോയി. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. എന്താ അതിനൊരു പാലിന്റെ ചൊവ്വ? ഇന്നേ വരെ പാൽക്കഞ്ഞി കണ്ടിട്ട് പോലുമില്ല. ദാരിദ്ര്യവാസിയാ. കുറച്ചുകൂടെ ഒഴിക്കട്ടെ? എനിക്ക് മതി. ദാ ആ കുട്ടിയെ കണ്ടുപിടിക്ക്. ഇപ്പൊ തന്നെ 3 എണ്ണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞു. അമ്മായി, ഈ പാൽക്കഞ്ഞി കുടിച്ച വെളുക്കോ? വെളുക്കുവടാ, വെളുക്കും. ഈ കുടിപ്പാണ് കുടുംബം വെളുക്കും. ഇറക്കി വിടാ, മനസ്സിലടാ മാക്രി. നീ ഇങ്ങോട്ട് ഇറക്കി വാടാ. ഞങ്ങൾ പാൽക്കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഫിനിഷ് ചെയ്തിട്ടില്ല. ഇറങ്ങി ജീവിക്കാറാ. വെട്ടി ചുരുക്കും. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഈ പടി ഇറങ്ങിയ രണ്ടിലെ ചുട്ടുകളില്ലേ? കാണാവില്ല ആർക്കാ ഇവിടെ കയ്യൂക്കം. ഇങ്ങോട്ട് ഇറങ്ങണ രണ്ടും. നിന്ന് താളാൻ ചവിട്ടാ ഇറങ്ങണ രണ്ടും. ഞാൻ നോക്കിക്കോളാം. മുന്നേ ഇറങ്ങി വേണം. ഗാനഭൂഷണം സതീഷ് കൊച്ചിനാ പറയുന്നത്. എടാ നിന്നോട് ഞാനാ പറയുന്നത്. ഇറങ്ങി വേണം. പുല്ല് കേറി വേണം. പുല്ല് ഇറങ്ങി വരാൻ. കേറി വരാൻ. കേറി നിന്നെ കുരുക്കണ തൊഴിച്ചോ. അവരെനിക്ക് വിട്ടു തന്നാലും കളരിക്കരമേ തുടരുത്. നീ അടിവേര് നോക്കി ചവിട്ടണ അങ്ങോട്ട്. നീയും ചവിട്ടണ. എന്താ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷം പ്രകാശ?
പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം എന്ന് പറഞ്ഞ ഒരേ കരച്ചില് അല്ലേ? ഉടനെ വന്നേക്കണം. അതിൽ ആർക്കും ക്ഷീണം പറ്റാ ക്യാരക്ക പിടിക്കണ്ടേ? വിട്ടോ ഞാൻ വന്നേക്കാം. ഇപ്പൊ സന്തോഷമായല്ലോ രണ്ടാൾക്കും. ഇനി ഓടിച്ചെന്ന് കൊച്ചുമാമനൊരു ഉമ്മ ഉമ്മയൊക്കെ പിന്നെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. അവിടെ നിക്കന്റെ മോനെ, നിന്നെ ചേച്ചി കൊതിതീരെ ഒന്ന് കാണട്ടെ. അയ്യേ, നീ വല്ലാതങ്ങ് കറുത്തു പോയല്ലോ, ക്ഷീണിക്കുകയും ചെയ്തു. ദേ നോക്കിയേ, നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം. അമ്മ എന്താ നിനക്ക് ശരിക്കും ഭക്ഷണം ഒന്നും തരുന്നില്ലേ? ഈ അമ്മയുടെ ഒരു കാര്യം, എപ്പോ നോക്കിയാലും ഒരു സാമ്പാറും തരും ചാവണ വരെ ഇനി അത് മാറില്ല. നീ അങ്ങോട്ട് വാ, ചേച്ചി നിനക്ക് ഇറച്ചി മീനും ഒക്കെ വെച്ച് ചോറ് തരാം. അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി. അല്ല, ചേച്ചി കാസർഗോഡ് പോയില്ലേ? ഓ, അതൊന്നും പറയണ്ട എന്റെ മോനെ. ആനന്ദേട്ടൻ കാസർഗോഡ് എന്ന് ചാർജ് എടുത്ത് 4 ദിവസം കഴിയണേന് മുമ്പേ ദേ പാറശാലയ്ക്ക് തട്ടി. ഓഹോ, കൂടെ കൊച്ചിക്കൊണ്ട ഒന്നും അറിയാത്ത പോലെ. എന്തിനാടാ നീ നിന്റെ പെങ്ങളെ അളിയനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തുന്നേ? ആര്, ഞാനോ? നീ അല്ലെങ്കിൽ നിന്റെ പാർട്ടി. എടാ, ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്യിക്കടാ. ചേച്ചി, അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല. ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ശ്രദ്ധിച്ചോ? മിസ്റ്റർ കെ ജി പൊതുവാഴ്ചയുടെ മുന്നോട്ട് നിന്ന് പള്ളി ചേച്ചി കണ്ടില്ലേ? അത് വെപ്പ ആനന്ദേട്ടൻ ഇടിച്ചു തെറിപ്പിച്ചറിയോ? അതൊക്കെ ആനന്ദേട്ടന് പറ്റി മനസ്സിലായി. പൊതുവാഴ്ചയെ ചെന്ന് കണ്ട് മാപ്പ് പറയാൻ പറ. മാപ്പും കോപ്പും ഒക്കെ കൊറേ പറഞ്ഞു. ഇനിയും ഒരുപാട് പ്രാവശ്യം പറയേണ്ടി വരും. എടാ, നീ ചേച്ചിയെ സഹായിക്കില്ലേ? നടക്കില്ലേ ചേച്ചി? നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ. ഇതാണ് പ്രശ്നം. എന്ത്? കൊച്ചുമാമൻ ഉമ്മ മെലിഞ്ഞു പോയി, കറുത്തുപോയി, ഇറച്ചിയും മീനും എന്തെല്ലാം സ്നേഹപ്രകടനങ്ങളായിരുന്നു. അതേടാ, പ്രകടനം തന്നെയാ. കാര്യം കാണാൻ നിന്നെ പോലത്തെ കഴുതകളുടെ കാല് പിടിക്കേണ്ടി വന്നല്ല. എന്നേക്കാ നല്ലൊരു കഴുതി അവിടെ ഉണ്ടല്ലോ. അളിയൻ ചെന്ന് പിടിക്ക്. ദേ, ഇപ്പൊ ഞാൻ ഇനി മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. എന്താ സുലൈമാനേത്? ഇതുവരെ ഓട്ടോ ഒന്നും തടഞ്ഞില്ലേ? ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടം വന്ന് ഞാൻ പ്രഭാകരനെ വിട്ടു. എനിക്കൊന്ന് ആശുപത്രി വരെ പോകണം. ഉമ്മ പെറ്റ്. എന്റെ ഉമ്മയല്ല, ബാപ്പാന്റെ 4ാമത്തെ കെട്ടില് എന്റെ 3ാമത്തെ ഉമ്മയുടെ 5ാമത്തെ പ്രസവം. ചെയ്യാൻ എന്താ ശരി, സ്കൂളിൽ നിന്ന്? സ്കൂളിൽ നിന്നാ വരുന്നേ. മാഷ് പറഞ്ഞു വിട്ടതാ. 6ാം ക്ലാസ്സിലെ മലയാളം മാഷ് ജൈവ പാർത്ഥം വന്നൊന്ന് ക്ലാസ് എടുക്കണം. ഇന്ന് ചിലപ്പോ പരിശോധനയ്ക്ക് ആള് വരും. കുട്ടികൾ വെറുതെ ഇരിക്കുന്ന കണ്ടാ കുഴപ്പമല്ലേ? പാർത്ഥന്റെ ക്ലാസ്സിനെ കുറിച്ച് കുട്ടികൾക്ക് ഭയങ്കര മതിപ്പാ. മലയാളോ? എന്റെ വിഷയം ചരിത്രമല്ലേ? ഓ, ചരിത്രം പഠിപ്പിക്കുന്ന ആൾക്ക് മലയാളം ഒരു വിഷയമാണോ? ഒന്ന് ചെല്ലു വാർത്ത. വെയിലത്ത് തലങ്ങും വിലങ്ങും നടക്കാതെ 10 ചക്രം കിട്ടുന്ന കാര്യം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആശാൻ വിട്ടോ. രാഘവേട്ട, ഇതൊന്നും സുലൈമാന്റെ കൈ കൊടുത്തേക്കണേ. അല്ല രാഘവേട്ട, ഈ വേഷത്തിൽ എങ്ങനെയാ സ്കൂളിലേക്ക്? ഒരു മുണ്ട്. ഓ, അത് സാരമില്ല. രാഘവേട്ടനത് സാരമില്ല, പക്ഷെ എനിക്കത് സാരമുണ്ടേ. വെണ്ണകെട്ട കള്ളൻ, ഗോപികമാരുടെ വസ്ത്രം കവർന്നെടുത്ത കള്ളക്കണ്ണൻ, പ്രിയസഖി രാധയുടെ ഹൃദയം കവർന്നെടുത്ത കാമുകനായ കണ്ണൻ. ഇങ്ങനെ പറഞ്ഞു തഴപ്പിച്ച വാക്കുകളല്ലേ കൃഷ്ണനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല കൃഷ്ണൻ. കറകളഞ്ഞൊരു വിപ്ലവകാരിയായിരുന്നു കൃഷ്ണൻ. സാമൂഹ്യ സമത്വത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും ആദ്യം പറഞ്ഞത് ആരാ? കൃഷ്ണൻ. അവനവന്റെ മണ്ണ് അവനവൻ തന്നെ പിടിച്ചെടുക്കണമെന്ന് പാണ്ഡവരെ ഉപദേശിച്ചതാരാ? 100% ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു കൃഷ്ണൻ. അർജുൻ എങ്ങനെ ജീവിക്കണമെന്ന് ഉപദേശിച്ചു കൃഷ്ണൻ. പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് ഈ കൊപ്രാപുരക്ക് കരുണൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഈ കൃഷ്ണപുര ഗ്രാമത്തിന്റെ ഉൾത്തുടിപ്പുകൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും നിങ്ങളിൽ ഒരുവനായി കർമ്മനിരതനായി കഴിയുന്ന ഫൽഗുനൻ തമ്പിയുടെ ഏക മകൾ സത്യഭാമ ആദതായി എന്ന് ഉപദേശിച്ച കൃഷ്ണൻ 6 തരം ഉപദ്രവകാരികളെ മുഖം നോക്കാതെ കൊന്നൊടുക്കാനാണ് പറഞ്ഞത്. ദുർഭരണം നടത്തുന്നവരെ, ഭക്ഷണത്തിൽ മായം കലർത്തുന്നവരെ, അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നവരെ, നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാത്തരം തെറ്റുകളും ചെയ്യുന്ന എല്ലാവരും ദൈവത്തിന്റെ പരിവേഷം കൊടുത്ത് നിങ്ങളൊക്കെ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ അന്നും എന്നും എന്നും പ്രശസ്തനായ വിപ്ലവകാരി കൃഷ്ണൻ തന്നെയാണ്. ഇന്ന് അവന്റെ കയ്യും കാലും തല്ലി ഓടിച്ചിട്ട് തന്നെ കാര്യം. അല്ല, കരുണന്റെ കീഴടക്കി ഒരു ചെമ്പനീർ പൂവിന്റെ സൗരഭ്യം പടർത്തി കൃഷ്ണപുര ഗ്രാമത്തിന്റെ അഭിമാനമായി പടക്കിയെത്തുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഫൽഗുനൻ തമ്പിയുടെ മകൾ കുമാരി സത്യഭാമയ്ക്ക് വർണ്ണോഷ്മമായ വരവേൽപ്പ് സ്വീകരിക്കണമെന്ന് എല്ലാ നിലവാര നാട്ടുകാരോടും. ആർക്കാണ് ഇവിടെ സ്വീകരണം? വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗ ശൃംഖല കീഴടക്കി പോലും ആ കള്ളത്തമ്പിയുടെ കാശിന്റെ ബലത്തിൽ എവിടെയോ വക്കീൽ പരീക്ഷ പാസ്സായി വന്നൊരു പിറപ്പെന്ന്. വാർത്ത വേണ്ട, തമ്പി അങ്ങൊന്നിന്റെ അടുത്ത് കളി വേണ്ട. ഇനി അങ്ങോട്ട് അങ്ങൊന്നും വെറും തമ്പിയല്ല, വലുതാ വക്കീലിന്റെ അച്ഛൻ തമ്പിയാ. അച്ഛൻ തമ്പിയുടെ അച്ചിങ്ങ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വിവരം കേട്ടവന്റെ ഗീർവാണം കേട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലെന്ന് ഞാൻ ചോദിക്കുകയാണ്. സ്വീകരണം കൊടുക്കാൻ അവളാരാ? ഈ ശ്രീകൃഷ്ണപുരത്തെ ഝാൻസി റാണി. കണ്ണേറ്റിങ്ങരയിലെ കുഞ്ഞേട്ടൻ കൊളംബോയിൽ നിന്നും കുഞ്ഞുങ്ങളുമായി കപ്പലിൽ മടങ്ങിയെത്തിയപ്പോൾ ഇവിടെ ആരെങ്കിലും സ്വീകരണം കൊടുത്തോ? മാതൃഭൂമിക്ക് വേണ്ടി പോരാടി ശത്രുപക്ഷത്തെ നിഷ്പ്രഭമാക്കി കാർഗിലിൽ നിന്ന് തിരിച്ചെത്തിയ വീരജവാൻ കറിയാച്ച് നമ്മുടെ നാട് എന്ത് സ്വീകരണമാണ് നൽകിയത്? 1000 പാവങ്ങൾക്ക് സക്കാത്ത് നൽകി ഹജ്ജിന് പോയി തിരിച്ചെത്തിയ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർക്ക് ഇവിടെ ആരും സ്വീകരണം നൽകിയില്ല. പിന്നെയാണ് അറുത്ത കൈക്ക് ഉപ്പ് പോലും കൊടുക്കാത്ത കള്ളത്തമ്പിയുടെ മകൾ കാൺപൂര് പോയി പരീക്ഷ പാസ്സായി വന്നതിന് സ്വീകരണം. എടുത്തുകൊണ്ട് പോണം മൈക്കും കോപ്പും.
അങ്ങനെ ആ കുഴപ്പത്തിലേക്ക് നീങ്ങാണ്. കുഴപ്പോ പിന്നെ സംഘടന വണ്ടി തിരിച്ചു വിടും. സംഘടനമല്ല, മരിച്ചത് അവരുടെ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ രക്തസാക്ഷി കിട്ടിയാൽ നമുക്കത് വളരെയേറെ ദോഷം ചെയ്യും. ഈ മരിച്ചവൻ ശരിക്കും ഏത് പാർട്ടിയാ? അവൻ മരിച്ചെടുക്കുന്നോട് ചോദിക്കാൻ പറ്റില്ല. എന്ത് തന്നെ ആയാലും ഡെഡ് ബോഡി ആർഡിപിക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മരിച്ച മനുഷ്യൻ INSP കാരനാണെന്ന് നമ്മൾ പറയുന്നു. KRP കാറിൽ ഒരു കറുപ്പ് കൊടി വാർത്തെ, അതിന് കൊടി വേണ്ടേ? ഒരു കറുത്ത തുണി ആയാലും മതിയോ? കറുത്ത തുണി ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടെടുക്കുക. KRP ആലോചിക്കാൻ ഇവിടെ സമയമല്ല. പിടി. ആ തൽക്കാലം ഏതായാലും ഇന്നലെ മേടിച്ചതാ. ഒരു അപകടം എടുത്തില്ല. പൈസ എനിക്ക് KRP ഒന്ന് ഉത്സാഹിക്കും. എന്റെ പ്രിയ കൂട്ടുകാരൻ ഗോപാലൻകുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. സോറി, എന്റെ പ്രിയ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. INSPയുടെ വീരനായക, ഞങ്ങൾ ഇട്ടിലാറ്റിൽ അങ്ങ് പോയോ? ഇല്ല സാർ, 20 കൊല്ലക്കാലമായി ഞാൻ ചാത്തുക്കുട്ടിയാർ INSPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്നുണ്ടു, ഒരു പായൽ കിടന്നു, ഒരു കൊടിക്കീഴിൽ അണിനിരുന്നു. ഇല്ലേ? എന്നോടാ പറഞ്ഞ മാറാൻ? ഞാൻ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാളാണ്. വാളും പരിചയം എനിക്കറിയണ്ട. മാറോ. ആഭ്യന്തര വകുപ്പ് ഞങ്ങൾക്ക് തന്നെയാണ്. അതിന് ഉടനെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം. ഞങ്ങൾ ഡെഡ് ബോഡി തൊട്ടുപോലും. ഓടാ, ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ്. ഇത് നിങ്ങളുടെ ആരുടെ അല്ല, മരിച്ച ആളുടെ ഡെഡ് ബോഡിയാണ്. ഇൻസ്പെക്ടർ, ഇതിലും വേദന ഞങ്ങളെ കൊല്ലാന്നല്ലേ? ഒരു INSPക്കാരൻ ചോപ്പ് കൂടി വന്നിച്ച് നോക്കിക്കണം. ഒരു തൊട്ട ശവങ്ങൾ ഇനിയും വീഴും. അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു. ഞങ്ങളെ ഡെഡ് ബോഡി തൊട്ട് കൊന്നുകളയില്ലാത്ത ബോഡി ആംബുലൻസ് കെട്ട്. ജാൻസി റാണി ഇട്ട് തന്ന് ഞമ്മളെ രക്ഷപ്പെടുത്തിയ പൊന്നാര മോനെ. പക്ഷേങ്കിൽ ആ റാണി തന്നെ നേരിട്ട് വന്നെന്റെ ശൈത്താനേ. എന്തായി ശങ്കിച്ചു നോക്കുന്നത്? മനസ്സിലായില്ലേ എന്നെ? കൃഷ്ണഭർത്തെ ജാൻസി റാണി, അതാണല്ലോ നിങ്ങൾ എനിക്ക് കൽപ്പിച്ച പേര്. അയ്യോ, അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തങ്ങോട്ട് പറഞ്ഞു പോയതല്ലേ. അബദ്ധായി ഇന്നിപ്പോ അങ്ങോട്ട് തോന്നുന്നു. കാരണം യഥാർത്ഥ ജാൻസി റാണി ഒരു പടയുടെ മുമ്പിലും തോറ്റ് പിന്മാറിയിട്ടില്ലല്ലോ. ഒരുതി അങ്ങോട്ട് നേടിയിട്ടല്ലേ ഉള്ളൂ. ഇത് ഒടുവിലൊരു വീരചരമവും. ഇതങ്ങനെയല്ലല്ലോ, വാലും ചുരുട്ടി ഓടുകയായിരുന്നില്ലേ കൃഷ്ണപുരത്തെ ആൺപടയുടെ മുമ്പിലെ. എന്താ സുലൈമാൻ തിരുമേനി? ഈ പറഞ്ഞ ആൺപടയുടെ നേതാവ് താങ്കളാണല്ലോ, ശത്രുപക്ഷത്തിന്റെ അച്ഛൻ. പക്ഷേ ഈ നേതാവിന് ഇന്നലെ കവലയിൽ കാണിച്ച പോലെ തട്ടുപൊളിപ്പം വിദ്യകളെ വശമുള്ളൂ. നെഞ്ചുവരിച്ചു നിന്ന് പോരാടാനുള്ള ചങ്കൂറ്റുണ്ടോ? എന്താ നീ ഉദ്ദേശിച്ചത്? പറയാം. അച്ഛനോടുള്ള ശത്രുത ഇവിടുത്തെ ബാലഗോപാല ക്ഷേത്രത്തിന്റെ ഭരണത്തെ ചൊല്ലിയല്ലേ? അച്ഛന്റെ കൈവശമുള്ള ക്ഷേത്രത്തിന്റെ താക്കോൽ എന്നേക്കുമായി കൈക്കലാക്കണം. അതല്ലേ പരമമായ ലക്ഷ്യം. അപ്പൊ വന്നുടനെ ചേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞൂല്ലേ? അറിഞ്ഞു. താക്കോലിന്റെ സ്ഥാനം അച്ഛൻ കിടക്കുന്ന ആവണിക്കെട്ടിന്റെ തലയ്ക്ക് തന്നെയാണ്. അതെടുക്കാനുള്ള ചങ്കുറപ്പുണ്ടോ? നാവിൻ തുമ്പത്തെ വികട സരസ്വതിക്കൊപ്പം മഹാഭാരതത്തിലെ പാർത്ഥന്റെ ബുദ്ധിയും ശൗര്യവും ഈ പാർത്ഥനുണ്ടോന്ന് കാണട്ടെ. നിന്റെ അച്ഛനാ ഫൽഗുനൻ തമ്പിയുടെ ആവണിക്കട്ടിലിന്റെ അടിയിലിരിക്കുന്ന താക്കോലെടുത്ത് നിന്റെ കയ്യിൽ തന്ന നീ എനിക്ക് എന്ത് തരും? നിങ്ങളൊരാണാണെന്ന് സമ്മതിക്കും. അതുപോലെ എന്ത് തരും? എന്തും. സുലൈമാനെ, എന്തും തരും. വീരേന്ദ്രനോ? അതെ. ഏത്? ദില്ലിയിലെ? അത് തന്നെ, പത്മിനി തമ്പുരാട്ടിയുടെ മകൻ. കൂടെ അവളും വന്നിട്ടുണ്ടോ പത്മിനി? ഇല്ല. അമ്മ എന്താ വരാഞ്ഞേ? അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല. എന്താ എന്താ അവൾക്ക്? ഒന്നുമില്ല, ഒരു പനി. ഇയാളാരാ? എന്റെ സ്നേഹിതനാ മണി. മണി ഡൽഹി തന്നെ? അതെ. മണി എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കാളവണ്ടി. കാളവണ്ടിയോ? കാളവണ്ടിയല്ല, കാലാബണ്ടി. ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമ, അവിടെ അവന് ജോലി. ഓ, കാലാവണ്ടി കാലാവണ്ടി, കേട്ടിട്ടുണ്ട്. മുഖം കാണിക്കാൻ പറഞ്ഞു. വേണ്ടട്ടോ, മോന്തക്കിട്ട് തല്ലാനിരിക്കും. വരിക, തിരുമനസ് കാത്തിരിക്കുക. ജയിലിൽ നിന്ന് എപ്പ ഇറങ്ങി? ജയിലാ? എന്നോടൊന്നും വിളിക്കണ്ട. എന്റെ അനന്തരവൻ ഡൽഹിയിലെ തെരുവുകൾ ഭരിക്കുന്ന റൗഡിയാണെന്ന് കേട്ടപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ? പിന്നെ ലണ്ടനിലേക്ക് പത്മിനി തന്നെ അയച്ചതും അവിടെ ഉള്ളവർ തന്നെ ഇങ്ങോട്ട് തിരിച്ചയച്ചതും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു. ഒടുവില് ജയിലിൽ കിടന്നതും. അയ്യോ, അതൊക്കെ വെറുതെ ആരാണ്ട് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്ടാ. ആ. ജയിലിൽ പോയിട്ട് ഇന്നേവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ കയറിയിട്ടില്ല.
ദില്ലീവാലയുടെ ഭാഷ തനി നാടനാണല്ലോ. അത് പിന്നെ ഈ നാടൻ ഭാഷ, നാടൻ ഭക്ഷണം, നാടൻ പാട്ട് ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. ഏതായാലും തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. ഭാഗ്യം. കണ്ണടയും മുമ്പ് ഇയാളെ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സ് നിറഞ്ഞു. പത്മിനിക്ക് അവക്കിപ്പോഴും പിണക്കം മാറിയില്ലെന്നുണ്ടോ? എനിക്കറിയില്ല. തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിച്ചോളൂ. പിന്നെ പറയാണ്ടെങ്കിലും പോകരുത്. ഇയാളോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. എനിക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിലാവാം. അത് ശരി. നിനക്ക് അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനില്ലേ? ഞാനും ആലോചിച്ചതാ. പക്ഷെ മായ എന്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ? ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരമായില്ലേ. ഇനി സാവകാശത്തിൽ സത്യം മായയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുവരെ തിരുവട്ടാറിലെ അപ്പു ദില്ലി വാല വീരേന്ദ്രനാവണം. അന്ന് നമ്മൾ ചായക്കട വെച്ച് കണ്ടവനല്ലേ ഇവൻ? കുഴപ്പമുണ്ടാക്കോ? ഹിന്ദി തീരെ വശമില്ലല്ലേ? ഹിന്ദിയിൽ ഇങ്ങനെ കാണിച്ച അടുത്തേക്ക് വരിക എന്നാണ് അർത്ഥം. മലയാളത്തിൽ ഇങ്ങനെ കാണിച്ചാലും അത് തന്നെ അർത്ഥം. ഞാൻ വരാതിരുന്നത് പേടിച്ചിട്ടാ. പേടിക്കണ്ട. ഡൽഹി തെരുവുകൾ അടക്കി ഭരിക്കുന്ന ഈ രാജകുമാരൻ സാധുക്കളൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ അന്ന് ചായക്കടയിൽ വെച്ച് നീ എന്നെ അപമാനിച്ചപ്പോ ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ നിന്റെ കഴുത്ത് മുറിച്ചെടുക്കുമായിരുന്നു. ആളറിയാതെ ഞാൻ എന്നോട് ക്ഷമിക്കണം. നിന്നോട് ക്ഷമിക്കാൻ നാം ശ്രമിക്കാം. പക്ഷെ നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ കൽപ്പിച്ചോളൂ. ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ മായ? അവളുടെ അടുത്തേക്ക് ആരെങ്കിലും പോവുകയോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവന്റെ കരയിൽ ഞാൻ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഇവിടെയുള്ള ഓരോരുത്തരെയും നീ അറിയിക്കണം. പിന്നെ മായയ്ക്ക് രാവും പകലും നീ കാവലുണ്ടായിരിക്കണം. അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ അറിയാമല്ലോ, നിന്റെ തല. അയ്യോ പറയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ ബെൽറ്റ് ബോംബിന്റെ കാര്യം ഒന്ന് എഴുതി തന്നെ. വേണ്ട പോലെ എല്ലാരെയും അറിയിച്ചോളാം. എഴുതി കൊടുത്തേക്കൂ. ഫോളോ മീ. ഇതാരാ? അച്ഛനോ? പിന്നെ അത് അമ്മയാണെന്ന് വിചാരിച്ചു. ഞാൻ ദാ സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയായിരുന്നു. എന്തിനാ എന്നെ ലോക്കപ്പിൽ നിന്ന് വിടരുതെന്ന് പറയാനോ? എന്താണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണമെന്നാ പറയണത്? ഒരു അച്ഛൻ ലോക്കപ്പിലായിട്ട് നിങ്ങൾ രണ്ടുപേരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂ. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഞാനേ പാർട്ടി ഓഫീസിനകത്തിരുന്നോണ്ട് കംപ്ലീറ്റ് ചരട് വലിയായിരുന്നു, അറിയോ? അച്ഛനെ തുടരുത്, അച്ഛനെ ഇറക്കണം, ദാ പറഞ്ഞില്ലേ? അച്ഛൻ ഞങ്ങൾ ഭരണപക്ഷക്കാരായി പോയില്ലേ? പരസ്യമായിട്ട് സ്റ്റേഷനിൽ കയറി ചെന്ന അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും. അതുകൊണ്ടാണ് ഞാൻ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് ചരട് വലി നടത്തിയത്. മൂത്തമോൻ കാരണമല്ലേ ലോക്കപ്പിൽ കിടന്ന്. അതിൽ അച്ഛന് ദേഷ്യമൊന്നുമില്ല അല്ലേ? ഇല്ല, എനിക്കിപ്പോ വളരെ സന്തോഷമാണ്. മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ലോക്കപ്പിൽ കിടന്നില്ല. അതിന് കാരണക്കാരൻ ഏട്ടനല്ലേ അച്ഛാ? ആരാടാ കാരണക്കാരൻ? പോലീസിനെ സ്വാധീനിച്ച് ഉത്തമന്റെയും കൂട്ടരുടെയും പേരിൽ കൊലപാതക കുറ്റം ചുമത്തിയത് ആരാന്നാ ചോദിച്ചത്? നാറികൾ. ഇപ്പൊ എന്തായി? അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ? മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഖാവാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികളെ എന്തിയെ? ഇപ്പൊ നിങ്ങൾക്ക് ശവം വേണ്ടേ? വേണ്ട, ഞങ്ങൾക്ക് ശവം വേണ്ട. നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ. സൂക്ഷിച്ച് സംസാരിക്കണം. പോടാ പുല്ലേ. ജംഗ്ഷനിലേക്ക് വാ, വാ കാണിച്ചു തരാം. സെയിൽ ടാക്സ് കൊണ്ട് കട റെഡി ആയിരിക്കും. 500 രൂപയിൽ കൂടുതൽ എങ്ങനെയാ? 1000 രൂപ തികച്ചു തരാൻ പറ്റത്തില്ല. ഇതേ ഭാരതയാത്രയാ, അല്ലാതെ കണ്ട എരപ്പാളുകൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല. അതും യശ്വന്ത് സഹായുടെ ഭാരതയാത്ര. മര്യാദ കാശെടുക്കണോ? പകുതി എഴുതി സാറിന് എഴുതണ്ട. ഇവൻ ലേശൊരു അഹങ്കാരിയാ. വാ, നമ്മൾ ഇങ്ങോട്ടൊരു വീ കടച്ചില്ലല്ലോ. അതെ, അതാ ഞാനും ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് അടച്ചോ? ശരി, കാണാം, വാ. അല്ല, ഈ ഓഫീസ് ടൈമിൽ വേണോ? പിന്നെ ഓഫീസ് അടച്ചിട്ട് 7 മണിക്കാ വരണ്ടേ? എടോ, നമ്മൾ ഭരണകക്ഷിയാ, നമുക്ക് എവിടെയും കയറാം. പോയതും കൂട്ടി നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ട്, അവിടെ ചെന്ന് നോക്കൂ. ജെയിംസ് പോയി ഗേറ്റിൽ നിന്നും സംഭാവനക്കാരിൽ നിന്നും ഒരുത്തനെ ഒളിച്ചോടാൻ അനുവദിച്ചുകൂടാ. എന്നാ പിന്നെ അങ്ങനെ അവിടെ ചെല്ല്. ആ KRP വരണം. ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? അവരോടൊക്കെ വരാൻ പറയൂ. INSPയുടെ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാൾ വന്നിട്ടുണ്ട്. ആരാണാവോ അത്? ഞാനാണാവോ അത്? യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ. അതിനുള്ള ഫണ്ട് വിരിവാണ്. നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അദ്ദേഹം ഭാരതയാത്ര നടത്തുന്നതിന് ഞങ്ങൾ എന്തിനാ പണം തരുന്നത്? പുതിയ ആളാന്ന് തോന്നുന്നു. അല്ല, പഴയ ആളാണ്. 10-30 കൊല്ലത്തെ പഴക്കം കാണും. ജനിച്ചിട്ട് അത്രയായി. പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലം മാറ്റം വാങ്ങി കൊടുക്കണോ? സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ടക്കുറിശിയിലേക്ക് അയാൾ കൊള്ളാം. നല്ല അസൽ മണ്ണാണ് അവിടുത്തെ. ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല. യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്ര ബോംബെന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര? വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ. ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യനോ? അല്ലാതെ പിന്നെ മൃഗമാണോ? അയാള് ഭാരതം മുഴുവൻ നടന്നാൽ
ഇവിടെ ഐക്യ ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അല്ല, തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില്? ഇത്തരം യാത്ര കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം? അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട്, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം, അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾ അതിര് കിടക്കുന്നു. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ ഒരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല. മിസ്റ്റർ, ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. അത്യാവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട്, കൂലിപ്പണി ചെയ്താലും ജീവിക്കാം. പൊതുവാൾജി, ഇപ്പൊ തന്നെ കൃഷിമന്ത്രി വിളിച്ചാലോ? ചെന്ന് വിളിച്ചു പറ, നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന്. ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു എന്ന് പറഞ്ഞാൽ ഏറ്റു. സംശയിക്കേണ്ട, ഞാൻ ഏറ്റു. വാ, പൊതുവാൾജി ഏറ്റിട്ടാ. എന്ത് പണിയാച്ചത്! നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ ഗ്രഹനാഥനായ അച്ഛൻ ഇവിടെ ഒന്ന് കുത്തിയിരിക്കുക. ഗ്രഹനാഥനായോണ്ടാണല്ലോ ലോക്കപ്പ് കിടക്കേണ്ടി വന്നത്. ഇനി വയ്യ മോനെ. അണികൾ മുഴുവൻ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക, KRPയുടെ അച്ഛൻ എവിടെ, KRPയുടെ അച്ഛൻ എവിടെയെന്ന്. KRPയുടെ അച്ഛൻ ഇവിടെയെന്നങ്ങ് പറഞ്ഞ പോലെ. നിങ്ങൾ കാരണം അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതേ INSPയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ നേതാവ്. അറിയോ? അയ്യോ, അത്ര ഭയങ്കരനാ. എന്നാ രാഘവട്ടം പോണം. ഞാനില്ല ആ ബഹളത്തിലേക്ക്. അച്ഛാ, അണികളുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. ഞാൻ അച്ഛന്റെ കാല് വേണമെങ്കിൽ പിടിക്കാൻ എന്റെ കൂടെ വന്നേ പറ്റും. കാല് പിടിക്കാൻ രാഘവട്ടം എന്തായാലും പോണം. എന്റെ മോനെ, അന്നത്തെ ആ സംഭവത്തോടെ ഞാൻ ആകെ പേടിച്ചിരിക്കുക. അച്ഛാ, ആ സംഭവം അല്ല ഈ സംഭവം. ഇതൊരു അഖിലേന്ത്യാ സംഭവം അല്ലേ? വന്നാട്ടെ. അതെ, അതാ എന്റെ പ്രത്യേകത. നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? അതെ. ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായവും. അതെ. എന്നൊരു വരി ഊതരുത്. എല്ലാം കിട്ടിയില്ലേ? അച്ഛൻ അച്ഛൻ വാന്ന്. ഒന്നുകൂടെ കൊടുത്തു. അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം. ആയിക്കോട്ടെ, അതിനെന്താ? നായരെ, മൂപ്പരെ കാലൊന്ന് തൊട്ട് വന്നിച്ചേക്കൂ. വേഗം വേഗം ആവട്ടെ. എൽനീര് കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാല് പിടുത്തം തുടങ്ങും. അപ്പൊ പിന്നെ കാല് പിടിക്കാൻ ബുദ്ധിമുട്ടാവും. വലിയ ആളല്ലേ അച്ഛാ, കാല് തൊട്ട് വന്നിച്ചോളൂ. ഈ ചാൻസ് പിന്നെ കിട്ടിയില്ല എന്ന് വരും. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഒന്ന് മിണ്ടായിരിക്കും. കളയണ്ട, ഞാൻ പിന്നെ എടുത്തോളാം. ये कौन है? कदर नहीं उसको. ये हमारा मटे प्रकाशन का अച്ഛൻ. क्या प्रकाश? KR പ്രകാശൻ. क्या? ഈ ഹൗസിന്റെ ഉടമസ്ഥൻ, മുതിർന്നാൾ, അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം. ഈ ഹൗസിന്റെ പ്രസിഡന്റ്, പ്രസിഡന്റ് ഓഫ് ദി ഹൗസ്. അതെങ്ങനെയാ തോന്നുന്നു? ഹിന്ദി പറഞ്ഞു കൊടുക്കാൻ കണ്ണിൽ തന്നെ നോക്കണേ. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. മൈ ഫാദർ ജി. മൈ ഫാദർ. ഹു ആർ യു? क्या चाहिए? ചായ ചായ വേണോ? എല്ലാവരും നല്ല ഉറക്കോ. എവിടെയെങ്കിലും ശബ്ദം കേട്ടാ അപ്പം നീ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോണം. ഓക്കെ? എന്റെ ആണത്ത് അവൾക്ക് തെളിയിക്കണമല്ലേ? ഞാൻ ആണാണെന്ന് ഇന്ന് അവൾക്ക് തെളിയിച്ചു കൊടുക്കാം. അത് വേണം. കുഞ്ഞിഞ്ഞു നിൽക്ക്. എന്തിന്? കുറ്റി തുറക്കാൻ. കൃഷ്ണ, ഗുരുവായൂരപ്പാ. മോള് വന്ന ദിവസം ഞാൻ ഇന്ന് അവിടെയാ. ഇന്ന് ഒറ്റയ്ക്ക് കിടന്നാ മതി. നീ ഇവിടെ കിടന്നോണ്ടെന്തോന്ന് പറയാ? ഞാനിതങ്ങ് പൂട്ടുക. ഞാൻ എന്നെ കൂട്ടി. ചിമ്മിക്ക് ഇതാണോ പ്രശ്നം? ജിമ്മി, മോങ്ങാൻ അടങ്ങി കിടക്കേ. സൈലൻസ്. നിന്റെ ഗതി എന്നടാ എനിക്ക്. നീ ഒറ്റയ്ക്ക്, ഞാനും ഒറ്റയ്ക്ക്. നമ്മുടെ ഗതികേട് ആരറിയാൻ, ആര് കാണാൻ? ഓ, എന്തൊരു സ്ഥലം! ഇവിടെ നിൽക്കാൻ വയ്യ, കിടക്കാം. നീ ഇവിടെ തന്നെ വരുമെന്ന് എനിക്കറിയാം. പാടിയ വായും ആടിയ കാലും വെറുതെ ഇരിക്കില്ല. അതെന്റെ കൈയാടി. തിരിച്ചോടിക്കല്ലേ, തിരിച്ചോടിക്കല്ലേ. ഇതിനൊക്കെ ആരെങ്കിലും ഇങ്ങനെ കാല് പിടിക്കോ? മോളെ കെട്ടിക്കാറായി. എന്നിട്ടാ എഴുന്നേക്ക്, എന്തെങ്കിലും ആട്ടെ. വാ. ഇതെന്നാ തടി കൂടിയോ? ഇല്ലല്ലോ. കൂടിയോ? ഇല്ല ഇല്ല.
നീ പറഞ്ഞ ചങ്കൂറ്റം പാർത്ഥം കാണിച്ചിരിക്കുന്നു. മതിയാ? അയ്യോടാ, താക്കോൽ എടുക്കാൻ പോയ വീരൻ ഝാൻസി റാണിയെ പൊക്കിക്കൊണ്ടു പോകാം. നീ എന്താ പറഞ്ഞത്? അച്ഛൻ കിടക്കുന്ന ആവണിക്കട്ടലിന്റെ അടിയിലാണ് താക്കോലെന്ന്. ആവണിക്കട്ടലിന്റെ അടിയിൽ അല്ലടി താക്കോല്. അതിനേക്കാൾ നല്ല സേഫ് ലോക്കറിന്റെ അടിയിൽ. അതെവിടാ? കുന്തം പോയ കുടത്തിലും തപ്പണമെന്നല്ലേ സുലൈമാനെ? കുടത്തിലാണോ പോയത്? ഇപ്പൊ കാണിച്ചു തരാം. എടീ, നീ മനസ്സിനകത്ത് കാണുമ്പോഴേ ഈ പാർത്ഥം മാനത്ത് കാണും. എന്നാ നിന്റെ അച്ഛന്റെ തലയുടെ അടിയിൽ തന്നെ കൊണ്ടുവച്ച് പണ്ടാറടങ്ങ് എന്നെടുത്തെടുത്ത് തന്നെ വെച്ചേക്കാം. ഇത്തരം കുറുക്കു വഴി കൂടെ അല്ല പാർത്ഥനെ തോൽപ്പിക്കേണ്ടത്. പോടിയോടുന്നു പോകാനോ? അങ്ങനെ പറ്റില്ലല്ലോ. എടുത്തു കൊണ്ടുവന്ന പോലെ തന്നെ തിരികെ കൊണ്ടാക്കാൻ. സുലൈമാനെ കൊണ്ടാക്കടാ. അത് പോരാ. പിന്നെ ആരാണോ എന്നെ ഇവിടെ കൊണ്ടുവന്ന് അവർ തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരും. അതിന് നിന്റെ മറ്റവൻ വരും. സുലൈമാനെ, എന്നെ എന്തിനാ വിളിക്കുന്നത്? ഞാനാണ് ഇവളുടെ മറ്റവൻ. എന്നാ ഞാൻ പോവില്ല. വേണ്ട, ഇവിടെ എങ്ങാനും കിടന്ന് പണ്ടാറടങ്ങ്. ഇവിടെ എങ്ങനെയല്ല, ഇവിടെ തന്നെ കിടക്കാൻ പോകും. സുലൈമാനെ, ഞാൻ ഇല്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. പെണ്ണെ, നിനക്കെന്നെ അറിഞ്ഞൂടാ. എന്റെ കൺട്രോൾ തെറ്റിയ പിന്നെ പിടിച്ചാ കിട്ടില്ല. അതെ അതെ, പണ്ട് ഇതേപോലെ ഇവന്റെ കൺട്രോൾ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാം. ഞങ്ങൾ വിട്ട പാട്. അല്ലെങ്കിൽ ഞങ്ങൾ പോവാ. പോകുമ്പോഴേ ഇവിടെ എന്തെങ്കിലും നടക്കും. ശവം സമ്പൂർണ്ണ ചാറ്റരുട ബന്ദർക്ക ബറ്റ്. അല്ല, ഊണൊക്കെ റെഡിയല്ലേ? ഊണ് അപ്പുറത്ത്. നീ അപ്പുറം ചെല്ലി. അവൻ ഇവിടെയും വന്നാ അവന്റെ ഒരു കാര്യം. ചെറിയ മുതലാളി കാർഡിന്റെ സാമ്പിൾസ് കൊണ്ടുപോയിണ്ട്. അതെന്താടാ സാമ്പിൾസ്? സാമ്പിള് സാമ്പിള് സാമ്പിള്. ഇനി തീയതി മുഹൂർത്തം മാത്രം അറിയിച്ചാ മതി. അടുത്ത നിമിഷം അടി തുടങ്ങാം. തീയതി മുഹൂർത്തം അറിയണമെന്നില്ല, അതിനു മുമ്പേ അടി തുടങ്ങും. എന്താ പറഞ്ഞേ? അല്ല, അടി ഇത്തിരി നേരത്തെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാ. അതിങ്ങടുത്തേ. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ചേച്ചിക്ക് സെലക്ട് ചെയ്യാനേ അറിയില്ല. എന്നാലേ വേറൊരെണ്ണം കാണിച്ചു തരാം. വന്ന എങ്ങനെയുണ്ട് ചേട്ടാ? വാത് വെച്ച് ഒരുക്കം കൂട്ടാൻ പോയിട്ട്. ഞാൻ തോറ്റെന്ന് കൂട്ടണ്ട, ഞാനും ചിലതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. നിന്നെ തോപ്പിക്കാൻ പറ്റുമോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. നടന്നത് തന്നെ. ഇത് കൊള്ളാം. അയ്യേ, ഇതൊരുമാതിരി പഴഞ്ചൻ സ്റ്റൈലാ. ദേ, ഇത് മതി. പഴഞ്ചനാണേലും സാരമില്ല, എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. പക്ഷെ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. കല്യാണ പെണ്ണിന്റെ ഇഷ്ടത്തിനല്ലേ എടുക്കേണ്ടത്? എടീ, എന്റെ കല്യാണക്കുറി ചേട്ടന്റെ ഇഷ്ടത്തിനാണ് എടുത്തത്. ചേട്ടന്റെ കല്യാണക്കുറി എന്റെ ഇഷ്ടത്തിനും. അതുപോലെ ഇവിടെ കല്യാണക്കുറി അവളും, അവിടെ കല്യാണക്കുറി ഇവളും എടുക്കട്ടെ. അതൊക്കെ പണ്ടല്ലേടാ. ഇപ്പോഴത്തെ പിള്ളേരെ അവരുടെ ഇഷ്ടത്തിന് വിടുന്നതാ നല്ലത്. എല്ലാം കല്യാണ പെണ്ണിന്റെയും ചെറുക്കന്റെയും ഇഷ്ടം പോലെ നടക്കട്ടെ. പ്രേമചന്ദ്ര, സാമ്പിൾ വാങ്ങി നോക്കടാ. ഇങ്ങോട്ട് തന്നെ. സംഗതി ഒരാളുടെ കല്യാണത്തിന് അയാളുടെ ഇഷ്ടം നോക്കണമെങ്കിലും മറ്റാളുടെ ഇഷ്ടം നോക്കിയില്ലെങ്കിലും ഒരു പ്രയാസാവാതിരിക്കാൻ നോക്കിച്ചു എന്ന് വെച്ച് ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിലേ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനും തരുള്ളൂ. ചേട്ടന്റെ ഓരോ തമാശ. അങ്ങനെ നോക്കുമ്പോ എങ്ങനെ നോക്കുമ്പോ? എങ്ങനെ നോക്കിയാലും രണ്ടിലും അടിക്കേണ്ടി വരും. അതെന്തിനാടോ? ഒരു തർക്കം ഒഴിവാക്കാൻ. ശരിയാ, ഒരു തർക്കം വേണ്ട, രണ്ടിലും അടിച്ചോട്ടെ. താനിതിൽ ഏത് പേര് അടിക്കാൻ പോണത്? അമ്മൂന്നോ അതോ മാളൂന്നോ? രണ്ടും കൂടി ചേർത്ത് അമ്മാളൂന്ന് അടിക്കാൻ മതി. എന്റെ പേരിന്റെ കൂടെ അമ്മൂന്നല്ലാതെ വേറെ ഒരു പേരും കണ്ടുപോരുത്. കണ്ടന്റെ സ്വഭാവം പറഞ്ഞേക്കാം. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. താൻ തന്നെ പറ. താനല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും താൻ തന്നെ പറഞ്ഞു തന്നോണം. ഇനി ഒരാൾക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയും. മാളൂന്. നീ മാളൂന്റെ അടുത്ത് ചെന്ന് അതിന്റെ ഒരു മട്ടുമാതിരിക്കൊക്കെ നിന്ന് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ നിന്റെ മിടുക്ക്. കാലത്ത് എവിടെ വെച്ചുണ്ട്? പുള്ളിക്കാരൻ നമ്മുടെ മാടത്തെ ചെറല് ചൂണ്ടിട്ടോണ്ടിരിക്കുന്നു. അപ്പോഴാ കണ്ടേ. ആനന്ദേട്ടൻ എന്റെ അനിയനെ കൊച്ചാക്കരുത് കേട്ടോ. സാധാരണ ഈ മുറിയിൽ ഞാനാ കിടക്കാറ്. ഇനി ഞങ്ങള് കിടക്കാന്ന് വിചാരിച്ചു. അതെന്തിനാ? ഇവിടെ വേറെ മുറിയില്ലേ? ആനന്ദേട്ടൻ ഈ മുറി വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. നല്ല മനോഹരമായ മുറി. ഞങ്ങൾ ഇനി കുറെ കാലം ഇവിടെ തന്നെ കാണും. അപ്പൊ നീ ചെല്ല് പ്രകാശ, ഞങ്ങൾക്ക് ഉറക്കം വരുന്നു. ചെല്ല്. വല്ലതും കഴിച്ചു കിടക്കണം കേട്ടോ. പോ.
എന്തിനാടി അവർ എന്റെ മുറി കയറ്റി കിടത്തത്? ആരും കിടത്തിയതല്ല. സംസ്ഥാനത്താണെങ്കിൽ ആകെ ആഭ്യന്തര കലകം. സ്വന്തം വീട്ടിൽ വന്നാലും സമാധാനം ഇല്ലെന്ന് വെച്ചാ കിടന്ന് ചിരിക്കാതെ ചായപ്പിൽ കിടക്കെടുത്തിരിക്കെ. അവിടെ ലത ചേച്ചിയുടെ കുട്ടികൾ കിടക്കുക, ബോബനും കവിതയും. പിന്നെ ഞാൻ ഏത് നരകത്തിൽ പോയി കിടക്കും? ഇനി ഇപ്പൊ ഡൈനിങ് ടേബിളേ ഉള്ളൂ, പിന്നെയുള്ളത് അടുക്കളയാ. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. നിനക്കൊക്കെ തമാശ കളിക്കാനുള്ള ഒരു കുട്ടിയാണ് ഞാനെന്ന് നീ കരുതിയോ? ഭരിക്കുന്ന കക്ഷിയിലെ പ്രമുഖനായ ഒരു പ്രവർത്തകനാണ് ഞാൻ. 24 അവേഴ്സിനുള്ളിൽ ആരെ വേണമെങ്കിൽ പിടിച്ചകത്തിടാനുള്ള സ്വാധീനം KRPക്ക് പാർട്ടിയിലുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ. I love you. സോറി, ഞാൻ സുലോചനയാണെന്ന് വിചാരിച്ചു. സാറ് കുണുക്കിട്ട കോഴി കണ്ടല്ലേ, ഞാൻ ദേഷ്യപ്പെടുന്നു വിചാരിച്ച് ആ സിനിമയിൽ സിദ്ദീഖിന് അബദ്ധം പറ്റിയ പറ്റിയാന്ന് പറയല്ലേ. അമ്മേ, ഇന്ന് നേരത്തെ വന്നോ? സുലോചന എവിടെ? നിന്റെ മുറിയിലുണ്ടായിരുന്നല്ലേ? മാന്യ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ. അമ്മയുടെ സൽസ്വഭാവിയായ മകൻ ചുമ്മാതല്ല ഒളിച്ചും പാത്തും നടന്നത്. ഞാനിപ്പോ ബെഡ്റൂമിലോട്ട് ചെന്നപ്പോഴല്ലേ അറിഞ്ഞത്. സുലോചന, ഞാൻ വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ നൈറ്റ് എടുത്ത് ചാരതിക്ക് കൊടുക്കാൻ പോയത്? അത് കൊള്ളാം. എന്റെ നൈറ്റ് എടുത്ത് അവക്ക് കൊടുത്തതിന് പ്രേമേട്ടൻ സിഗരറ്റ് വലിക്കണോ? സിഗരറ്റോ? ആ, ശാരദ നനയ്ക്കാനെടുത്ത ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു പാക്കറ്റ് സിഗരറ്റ്. എന്ന് മുതൽ തുടങ്ങി ഈ ദുസ്വഭാവങ്ങളൊക്കെ? ചുമ്മാ അല്ല ഓരോരുത്തരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നത്. നമസ്കാരം സാർ. ട്രബിളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? നല്ലോണം ഓടിയില്ലേ? ഓടാൻ ഞാൻ അടുത്തൊന്നും ഗ്യാസ് ഒന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഓ ശരിയാ സാർ, അവസാനം കൊണ്ടുപോയത് കാര്യം നിസ്സാരവും പ്രശ്നം ഗുരുതരമാണല്ലോ. ഇപ്പൊ സാറിന് ഏതാ വേണ്ടത്? നല്ല ലവ് സ്റ്റോറീസ് ഏതൊക്കെയാ ഉള്ളത്? ഏത് ഭാഷയിലെ ലവാ? ഏതായാലും കുഴപ്പമില്ല, ഉള്ളതെല്ലാം എടുത്തോ. സാറ് സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പോവാണോ? ഇല്ല, ഒരുപാട് കാസറ്റുകൾ ഒന്നിച്ചെടുത്തോണ്ട് പോകുന്ന തിരക്കഥാകൃത്തുകളാ, അതുകൊണ്ട് ചോദിച്ചാ. കാസറ്റ് ഉണ്ടോ? വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? വണ്ടി ഞാൻ കൈ കൊണ്ടുപോകാം. അയ്യോ, കൈ കൊള്ളത്തില്ല. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോ എല്ലാ സ്റ്റോറിയുള്ള കഥകളിലും ലവ് ഉണ്ട്. കാമുകൻ കാമുകിയെ പ്രേമിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, അയൽക്കാരി അയൽക്കാരനെ സ്നേഹിക്കുന്നു, വല്യപ്പൻ വല്യമ്മയെ പ്രേമിക്കുന്നു, ക്യാൻസർ പേഷ്യന്റിനെ എയ്ഡ്സ് രോഗി പ്രേമിക്കുന്നു, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോ സെലക്ട് ചെയ്തെടുത്താ മതി. കുറച്ച് ആക്റ്റീവ് ലവ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. മനസ്സിലായി അല്ലേ? അയ്യോ അല്ലല്ല, ലവ് ഉള്ളിൽ വെക്കാതെ പ്രകടിപ്പിക്കുന്നത് കണ്ടാ തോന്നണം സ്നേഹിക്കുകയാണെന്ന്. ഓഹോ, എന്നാ കമലഹാസന്റെ കാസറ്റോട്. അതാവുമ്പം കൊടുക്കുന്ന കാശിന് മുഴുവൻ സ്നേഹം കിട്ടും. കൊടുക്കാം. മിണ്ടാപ്പൂച്ച കളി കൊടുക്കുന്നു. സുലി പാവക്കേരിയാണോ? അമ്മേ, ഇത് കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് സുലി പാവക്കേരിയെന്ന്. ഓരോ വൃത്തവും കീറി കൃത്യം. അമ്മയ്ക്ക് ഇതുപോലൊരു മരുമകളെ തപസ്സിരുന്നാ കിട്ടുവോ? രാജീവൻ സ്നേഹിക്കുന്ന പോലെ ആളുകളുടെ മുമ്പിൽ വെച്ച് സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞ വീട്ടിൽ അമ്മയും ചെറുക്കണക്കില്ലേ? മിക്ക വീട്ടിൽ ഇതൊക്കെ നടക്കുന്നതല്ലേ. അമ്മ കണ്ടില്ല എന്ന് വെച്ച് മാറിക്കൊള്ളൂ. അമ്മ മാറിപ്പോണെന്ന് കോമസാർ പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഈ പ്രേമേട്ടന് ഇന്നലെ മുതൽ ഇത് എന്ത് പറ്റി? എന്ത് പറ്റാൻ? നീ ഇനി എന്റെ സുലു ഇനി അങ്ങോട്ട് അന്തപ്പെടാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? തേങ്ങ ചേട്ടാ. മെഴുക്കുവരട്ടിക്ക് എന്തിനാ തേങ്ങ? ജോലി പെട്ടെന്ന് ഒതുക്കിയാൽ നമുക്കൊരു മാറ്റിനിക്ക് പോവാം. ജോലി എപ്പോഴേ തീർന്നു? ഏതേക്കും സുലഭനെ ഒരുങ്ങാം. ഒന്നും കഴിക്കാതെ എന്നും കഴിക്കുന്നില്ലയോ? ഒരു നേരം കഴിച്ചില്ലെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്താകാനാ? ഓ, നിങ്ങൾ സുധിയും കൂട്ടി പോയാൽ മതി. എനിക്ക് കുറച്ച് എഡ്യൂക്കേഷണൽ കാസറ്റ്സ് കണ്ടു തീർക്കാനുണ്ട്. അപ്പുറത്ത് രാധയെ കൂടി വിളിച്ചോട്ടെ. ഉവ്വ്, അവളെ കൂടി കൊണ്ടുപോകാത്ത കുഴപ്പമുള്ളൂ. അവൾ കൊടുത്തിരിക്കുന്ന തുണി കണ്ടിട്ട് ഇവക്ക് ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കല്ലോ. പ്രേമേട്ടന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. എനിക്കിഷ്ടമല്ലെന്നോ? സുലുവിന്റെ കൂട്ടുകാരിയെ നമ്മുടെ ചെലവിൽ സിനിമ കാണിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്നോ? അവരെ ഞാൻ വിളിച്ചു പറയാം. സുലു ഒരുങ്ങ്.
ഞാനേ നടക്കാനേ കിടത്തിയാനേ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൻ നിന്ന് ആന കളിക്കുന്നു കഴിവേറി. മാനം മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന എന്നെ നാടക നടനാക്കി മാറ്റിയ ദ്രോഹി നിന്നെ ഞാൻ. പക്ഷെ അവനെ വെറുപ്പിക്കുന്നത് ശരിയല്ലോ. ഹലോ രാജീവൻ. അയ്യോ ഞാൻ വീഴും. എന്താ ഇത്? ഇന്ന് പുറത്തൊന്നും പോയില്ലേ? ഇല്ല, വൈകിട്ട് ഇറങ്ങണം. വൈകിട്ടാകുമ്പം ഡോക്ടേഴ്സിനെ നേരിട്ട് കണ്ട് ഓർഡർ ക്യാൻവാസ് ചെയ്യാൻ പറ്റിയ സമയമല്ലേ? ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമില്ല. ഓഹോ, സുലോചന അമ്മയും കൂടി മാറ്റിനിക്ക് പോകുന്ന പരിപാടി ഉണ്ട്. രാധയെ കൂടി ഒന്ന് വിടണം. ഒരു വിരോധമില്ല. എന്നാലും ആയിക്കോട്ടെ, കളി ഇറക്കട്ടെ. മോളെ ഒരു ഗ്ലാസ് വെള്ളം. മക്കളെ, ഡാഡി എന്താടായി കാണുന്നത്? രാമായണ കാറ്റ് കൊച്ചു കഴിവറട മോൻ ഒരുങ്ങുന്നു. ഇവിടത്തെ 75% പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ഇവൻ ഒറ്റൊരുത്തനാ. പോസ്റ്റ്മാന്റെ പോക്കറ്റ് തപ്പിയ പല പ്രായത്തിലുള്ള പ്രേമലേഖനങ്ങൾ കിട്ടും. എന്റെ അളിയാ ഉമ്മ ഉമ്മ ഉമ്മക്കാൻ സ്നേഹം കൊണ്ടാണ്ടാ സ്നേഹം. എന്റെ അളിയനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. സുലു, സുധിയെ നീ ഇവിടെ പട്ടിണി കിട്ടിരിക്കയാ? ആകെ കൂടിയുള്ളൊരു മൂട് അളിയനാ. അവന്റെ കോലം കണ്ടില്ലേ? നാളെ മുതൽ ദിവസവും ഇവന് ഓരോ ഗ്ലാസ് പാലും ഓരോ കോഴിമുട്ട വീതം കൊടുത്തോളാം. ഈ പ്രായത്തിൽ നല്ല പോലെ വല്ല കഴിച്ചില്ലെങ്കിലേ കുഞ്ഞിക്കൂമ്പ് വാടിപ്പോകും കുട്ടാ. അതുകൊണ്ടാ സിനിമയ്ക്ക് പോയിട്ട് വാട്ടാ. എന്താ അമ്മേത്? നമ്മള് ഭൂമിയുടെ ആകാശത്തോ? സിനിമ കഴിഞ്ഞിട്ട് വരുമ്പം എന്റെ അളിയൻ കുട്ടിന് 2 ജോഡി ഡ്രസ്സ് കൂടി എടുത്തോണം കേട്ടോ സുലു. അമ്മ എന്നെ ഒന്ന് പിടിക്കേ. ഇതൊന്നും താങ്ങാനുള്ള ശേഷി എനിക്കില്ലേ. ഞാനിപ്പോ വരാം. സാറിന്റെ നേരത്തെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. മോൻ അറിയോ ഈ അങ്കിളിനെ? അറിയാം, ദുശാസനങ്ങളല്ലേ? അയ്യോ, ആന്റി വിളിക്കുന്നു എന്ന് കരുതി മോൻ അങ്ങനെ വിളിക്കാൻ പാടില്ല. മോൻ കോളേജിലാകുമ്പോ പഠിപ്പിക്കേണ്ട സാറല്ലേ? ഈ സാർ എന്നെ പഠിപ്പിക്കണ്ടേ? ഈ സാറ് തല്ലും. അവിടെ എപ്പോഴും ഈ വഴക്കും സംസാരമൊക്കെ കേട്ടിട്ടാ കുട്ടികൾ ഇതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമല്ലോ. മോഞ്ചല് ഭയങ്കര കുസൃതിയാ. കുട്ടികൾ ഇത്തിരി ഓവർ സ്മാർട്ട് ആവുന്നത് നല്ലതാ. കറക്റ്റ്. മുതിർന്നവർ അത്രയ്ക്ക് അങ്ങോട്ട് ആകരുതെന്നല്ലേ സാർ ഉദ്ദേശിച്ചത്? ഞാനും ആ പക്ഷക്കാരനാ. പ്രത്യേകിച്ച് കോളേജ് ലെക്ചർ എന്നൊക്കെ പറയുമ്പോ കുറച്ചുകൂടെ ഡീസന്റ് ബിഹേവിയർ ആളുകൾ പ്രതീക്ഷിക്കും. എന്റെ ബിഹേവിയറിന് ഇപ്പൊ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്നൊക്കെ പെണ്ണുങ്ങളോട് പറയുന്നത് ഭയങ്കര ചീപ്പാ. രാധി ആയതുകൊണ്ട് അത് ഇഷ്യൂ ആക്കിയില്ല. മോക്ക് എന്നെ നന്നായിട്ട് അറിയാം. വേറൊരു പെണ്ണായിരുന്നെങ്കിൽ കുടുംബകലഹം ഉണ്ടാവാൻ ഇത് ധാരാളം മതി. ഓട്ടോ അങ്ങനെ അങ്ങ് പോകാതെ. ഈ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നവരൊക്കെ മദ്യപാനികളാണെന്ന് ഏത് പാഠപുസ്തകത്തിലാണ് സാറേ പറഞ്ഞിരിക്കുന്നത്? വേഗം പോടും. ഈ പരദൂഷണം കോളേജ് ലെക്ചറൊക്കെ ചേർന്നല്ല കേട്ടോ. ചെല്ലേ. എന്താ എന്താടാ ഇത്? എന്തിനായിരുന്നു വിളിച്ചത്? ഈ പ്രേമേട്ടൻ ഇതിപ്പോ ഒരു വലിയ തലവേദനയായിട്ട് പറഞ്ഞോളൂ. ഏതിലാ കയറിയത്? അല്ല, ജനലിന്റെ അപ്പുറത്ത് ആരോ മാറുന്നതായിട്ട് സുലോചനയ്ക്ക് തോന്നി. അല്ലേ? അതെ. അപ്പൊ അകത്ത് കയറിയില്ലേ? ഇല്ല. ആ നെല്ല് ഇപ്പൊ കിട്ടും. സാറ് കാര്യം ചെയ്യ്, കഥയും ഞെല്ലൊക്കെ നല്ലപോലെ അടച്ച് കിടന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവിടെ ഗോമതിയും പിള്ളേർ മാത്രമേ ഉള്ളൂ. ഇയാള് പോകുന്നില്ലേ? സുലോനെ, വല്ലാത്ത ഒച്ചയായിരുന്നല്ലോ. ശരിക്കും പേടിച്ചോ? പ്രഗ്നൻസി പീരീഡിൽ ഇങ്ങനെ പേടിക്കുന്നത് നല്ലതല്ല. കള്ളൻ അതൊന്നും അറിയണ്ടല്ലോ അല്ലേ? കള്ളനൊന്നും അല്ല. പിന്നെ ഞാൻ നാളെ പറയാം. നല്ലൊരു സ്നേഹപ്രകടനം പ്ലാൻ ചെയ്തതാ. അത് ചീറ്റിപ്പോയി. ഛേ, ഇത്രയ്ക്ക് ആക്റ്റീവ് ആവണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്തൊരു വഴി? കഴിയുന്നതും മെഡിസിൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കൗൺസിലിംഗ് ആണ് മുഖ്യം.
എനിക്ക് മിസ്സിസിനോട് ഒറ്റയ്ക്ക് കുറച്ച് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഡോക്ടറെ തന്നെ കാണാൻ വന്നത്. പ്രഗ്നന്റ് ആയതുകൊണ്ട് സുലോചനയ്ക്ക് മറ്റു മരുന്നുകളൊന്നും ഉപയോഗിച്ചുകൂടല്ലോ. മിസ്സിസുമായിട്ട് കൗൺസിലിംഗ് വേണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഭർത്താവിന്റെ അസുഖത്തിന് ഭാര്യ ഒരിക്കലും മരുന്ന് കഴിക്കേണ്ടി വരില്ല. ആർക്കാണ് അസുഖം വിചാരിച്ചത്? ഡോക്ടർ പറഞ്ഞ ശ്രദ്ധിക്ക്. രോഗി ഏതാ, കൂടെ വന്നവൻ ഏതാന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഇവന്റെ അടുത്താണ് ചികിത്സയ്ക്ക് വന്നത്. മിസ്റ്റർ പ്രേമേന്ദ്രൻ, കൂൾ ഡൗൺ. എന്നെ തണുപ്പിക്കാൻ താനാരോ? ഇവൻ കണ്ട് മാർക്ക് ലിസ്റ്റ് തെറ്റി പാസ്സായി വന്നവനാ. ശബ്ദം ഉണ്ടാക്കാതിരിക്കെ. പേഷ്യന്റ് വയലന്റ് ആകുമെന്ന് രാജീവൻ പറഞ്ഞില്ലല്ലോ. ഓഹോ, അപ്പൊ അവനാണ് ഇതിന്റെ പിന്നിലല്ലേ? ഞാൻ വയലന്റ് ആവുക മാത്രമല്ല, ആയിക്കഴിഞ്ഞാൽ ചിലപ്പോ തല്ലുകയും ചെയ്യും. കൊണ്ടുപോയി തടവട. നിനക്കുള്ളത് വീട്ടിൽ ചെന്നിട്ട്. സാർ സാർ, താനെന്താ ഇവിടെ? അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അകത്ത് വെള്ളം ഉണ്ടാക്കിയത് സാറാണെന്ന് അറിഞ്ഞില്ല. അത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സാർ ക്ലാസ്സിൽ മൂഡ് ഓഫ് ആയിരുന്നു ഞങ്ങൾ ഊഹിച്ചു. നല്ല സാറായിരുന്നു ചേച്ചി. ഈ സാറിന് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. എല്ലാം തേച്ചു വെച്ചോടി. പ്രകാശേട്ടന്റെ മുണ്ട് ഷർട്ടും ആനന്ദേട്ടൻ എടുത്തോണ്ട് പോയി. ആനന്ദേട്ടൻ കൊണ്ടുപോയി. ബാക്കിയെല്ലാം മുഷിഞ്ഞിരിക്കാന്ന് പറഞ്ഞപ്പോ എന്നെ തിന്നാൻ വന്നു. ഓഹോ, ഈ മനുഷ്യനോട് കുഴപ്പമുണ്ടാക്കുന്ന തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. പ്രകാശേട്ടൻ കുഴപ്പത്തിനൊന്നും പോണ്ട. നീ മറിയുന്നേ, അവരെ കളി അവസാനിപ്പിച്ചിരുന്നു. എനിക്ക് പുറത്തു പോകണം. അളിനെ ഉടുപ്പിഞ്ഞൊരുക്കി. എങ്ങനെയുണ്ട് അളിയാ? എനിക്കിത് നന്നായി ചേരുന്നില്ലേ? കളിക്കല്ലേ, ഉടുപ്പിഞ്ഞ് തരാൻ. ഞാൻ തരില്ല. എനിക്ക് നിന്റെ പാർട്ടി ചേരണം. നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാ, ആരും കൊതിക്കുന്ന പാർട്ടി. എന്നെ നിന്റെ പാർട്ടി ചേർക്കളിയാ. INSP അത്രയ്ക്ക് അതപ്പതിച്ചിട്ടില്ല. അതപ്പതിക്കുന്ന കാലത്ത് ഞാൻ അളിയെ അറിയിക്കാം. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ പാർട്ടി ചേരണം, ഇന്ന് തന്നെ ചേരണം. പാർട്ടി ചേരെ തൂങ്ങിച്ചാവേ എന്ത് പണ്ടാളം പറഞ്ഞാക്കോ. ആ ഷർട്ട് ചോദിക്കേ. നേരമായി ഞാൻ ക്ഷമിക്കുന്നു. എന്റെ വീട്ടിൽ പെങ്ങളെ കെട്ടിയവരാന്ന് ഓർക്കില്ല. എന്നെ മക്കളെ എല്ലാരും നീ കൊന്നു. അയ്യോ, എന്താ? നമ്മൾ സംസാരിക്കുന്ന ഇവന്മാര് കേട്ട് കാണൂ. കേട്ട് കാണൂ. ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. ഈ തെണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെപ്പോ വീട്ടിനകത്ത് കയറി പറ്റി? അപ്പൊ തനിക്കൊന്ന് കയറി പരിശോധിച്ചുകൂടായിരുന്നു? ആ, എനിക്കറിയൂ. പക്ഷെ നമ്മൾ സംസാരിച്ച് വളരെ പതുക്കിയാ, കേട്ടാൻ വഴിയില്ല. എന്താ വിളിച്ചേ? എന്താ തുറക്കുന്നില്ലേ? തുറക്കുന്നില്ലേ? പാർത്ഥൻ, പാർത്ഥൻ, കണ്ണു തുറന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുക. ആണോ? പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറി കിടത്തി ബോഡിക്ക് ജീവൻ വെക്കാന്ന് വെച്ചാ ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചെന്ന് അറിയാനാ മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നത്. പറയൂ, നടന്നതെല്ലാം പറയൂ. അറിയാം, എല്ലാം അറിയാം. കല്യാണത്തിന് പോയതാണല്ലോ. കല്യാണം കഴിഞ്ഞൊന്ന് കൂടാൻ തീരുമാനിച്ചു. 1-ാം തീയതി സാധനം കിട്ടാനില്ല. അതുകൊണ്ട് പൊന്നപ്പന്റെ കനാലും കെട്ടൻ ഒരു 2 അടിച്ചിട്ട് പാട്ടും കൂത്തുമായിട്ട് ഞങ്ങളൊരു ആഘോഷമായിരുന്നു. എന്നിട്ട് പാർത്ഥന്റെ ഓർമ്മശക്തിക്ക് വല്ല കുഴപ്പം പറ്റിയിട്ടുണ്ടോന്ന് അറിയാനാ ഞാൻ വീണ്ടും ചോദിക്കുന്നത്. എന്താ പറയൂ, പറയാ. വിടരുന്നവരെ അവന്റെ തലയിൽ പീലി. എന്താ പാർത്ഥ ഇത്? ആ തലയിൽ പീലി വെച്ച ആളാ എന്നെ മോർച്ചറിയിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചത്. കൂൾ ഡൗൺ. അത് പാർത്ഥന്റെ വെറും തോന്നലാ, ഹാലൂസിനേഷൻ. വാറ്റടിച്ച ശേഷം നടന്ന എന്താണെന്ന് പറഞ്ഞു.
സംഗതി ഒരു 2-3 റൗണ്ട് അകത്താക്കി നല്ലൊരു ഓളത്തിൽ ഞങ്ങൾ ഇങ്ങനെ പാട്ടും പാടിയിരിക്കുമ്പോ എടുത്തിട്ട് അടിച്ച പോലെ ഒരു 3 പ്രാവശ്യം ശർദ്ദല. പിന്നെ ആരോ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയത് ഇടനാഴിയെ കൂടെ സ്ട്രെച്ചറിൽ പോയതൊക്കെ ഒരു നേരി ഓർമ്മയുള്ളൂ. പെട്ടെന്ന് എവിടുന്ന് ഒരു വെളിച്ച ഒരു ഒറ്റ വരവ മുഖത്തേക്ക്, പിന്നെ ഒരു ഒറ്റ പോക്കല്ലേ ഒരു ദ്വാരത്തെ കൂടി. ആ ചുറ്റും വർണ്ണ കാഴ്ചകൾ, നക്ഷത്രങ്ങൾ, മാലാകമാർ, പിന്നെ കുരുത്തോലകൾ. അങ്ങനെ പോയി ചെന്ന് കണ്ടത് എന്താണെന്ന് അറിയാമോ? അയ്യേ, അതും കണ്ടോ? അതല്ല, 10,000-കണക്കിന് മയിൽപീലികൾ ഇങ്ങനെ ഇളകി ആടുന്നു. അപ്പ എവിടെ നിന്നോ ദേ വരുന്നു ഒരു അല്ല പിന്നെ വേണുനാഥം. കാലം പോയി പോക്ക് നോക്കിയേ, ഡോളിയിൽ ഇവിടുന്ന് മലക്കി പോകുന്നു. എന്താ പാടത്ത് പണിയെടുത്തോണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് 3-4 തവണ ഛർദ്ദിച്ചു. അന്നേരം തുടങ്ങിയതാ ഈ വലിവ്. വണ്ടി എടുക്കണ, വണ്ടിയല്ല നമ്മുടെ വണ്ടി എടുക്കാം. വിട്, ശ്വാസം വിടാൻ. ടയർ പഞ്ചറാ. ഓ നാശം. സ്റ്റെപ്പിനി എവിടെ? ഒറിജിനൽ വീട്ടിൽ സ്റ്റെപ്പിന് ഷെഡിലുണ്ട്. നീ എങ്ങോട്ടാ? ഓ എങ്ങോട്ടാണെന്നോ? ആശുപത്രിയിലേക്ക്. അതെനിക്കറിയാൻ പാടില്ല. എന്തിനാ ചോദിച്ചത്? ആര് ചോദിച്ചു? നീലേ ചോദിച്ചത്. എടാ നിന്റെ തലയ്ക്ക് ഭ്രാന്തായോ? എടാ നോക്കിക്കാ, ഗോവിന്ദന്റെ ആശുപത്രിക്കാൻ നോക്ക്. അല്ല എന്റെ അടുത്ത് ആരോ ചോദിച്ചു. ആശുപത്രിയിലൊന്നും പോകണ്ട, കുറച്ച് കർപ്പൂരവും കുരുമുളകും കൂടെ അരച്ചു കൊടുത്താൽ മതി. എങ്കിൽ പിന്നെ നിനക്ക് നേരത്തെ എന്ത് ഇപ്പൊ ശബ്ദം മാറ്റി പറഞ്ഞത്? എന്ത് പറഞ്ഞു? ആശുപത്രി പോകണ്ടെന്ന് ആര് പറഞ്ഞു? നീ അല്ലേ ഇപ്പൊ പറഞ്ഞത്? പടച്ചോനെ, ഇത് പോക്കാ. ആ ഡോക്ടർ അപ്പോഴേ പറഞ്ഞതാ ഇനി ആൾ നോർമൽ ആയിരിക്കില്ലെന്ന്. നോക്കണ്ട. അയ്യോ, അവിടെ നോക്കി നിൽക്കാതെ കർപ്പൂരവും കുരുമുളകും കൂടെ അരച്ചു കൊടുക്കു പാർത്ത. ഓ അത് ഞാനാണോ കൊടുക്കണ്ടത്? എന്തൊരു കഷ്ടം. ആശുപത്രി പോണ്ട, ആശുപത്രി പോണ്ട. ഇത്തിരി കുരുമുളകും മറ്റേ സാധനവും കൂടി അങ്ങ് അരച്ചു കൊടുത്താൽ മറ്റേ സാധനം കഴിച്ച ഈ പരുവത്തിലായത്. അതല്ല കത്തുന്ന സാധനം. അത് കഴിച്ചു ഉള്ളതും കൂടി കത്തിപ്പോയി. അതല്ല നീ കത്തിച്ച കത്തുന്ന സാധനം. പടക്കം. അതല്ല ഈ അമ്പലത്തിലൊക്കെ കത്തിക്കുന്ന കർപ്പൂരം. കർപ്പൂരവും കുരുമുളകും ചേർത്ത് അരച്ചങ്ങ് കൊടുത്താൽ മതി. കർപ്പൂരവും കുരുമുളകും ചേർത്ത് അരച്ച് കൊടുക്കടി. എന്താ ഇത് മോനെ? അമ്മേ, ആ പൂജാമുറിയിലെ വിളക്കിൽ ഇത്തിരി എണ്ണ ഒഴിച്ചേ, തിരി ഇപ്പൊ കെടും. ചെല്ല്. കർത്താവേ, അവൻ തട്ടിപ്പോയെന്നാ തോന്നുന്നു. IPC 302. നീ അകത്തായത് തന്നെ. ഈ ബോഡി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഈ ബോഡി പറഞ്ഞിട്ട്. ഓ അപ്പൊ പാര പറഞ്ഞിട്ടാണ് ജീവൻ പോയത്. ആരാ ജീവൻ? നിന്റെ അച്ഛൻ. അനന്തപത്മനാഭൻ, ഉർമീസ് അങ്ങനെ രണ്ടുപേരെ വേണ്ടപ്പെട്ടവരായിട്ടുള്ളൂ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അത് നിങ്ങളല്ലേ? ഉർമീസ് ഇവൻ തന്നെ. അനന്തൻ ഇവൻ തന്നെ. ഞാൻ വരും. അടുത്ത കുരിശ്. എന്താടോ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ എന്തിന്? ഇന്ന് ഒരുപാട് മരണം നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ഞങ്ങൾക്ക് പോണം. പണം എടുക്കി. പണം ഓസനം കൊണ്ടെത്തിക്കാൻ അയാളെന്നെ മച്ചമ്പി ഒന്നുമല്ലോ. അല്ല പിന്നെ ശരി തനിക്ക് പണമല്ലേ വേണ്ടത്? എത്രയാ? 300. ഒരു 100 ഞാൻ. ഇത് പിന്നെ എന്തിനാ? എല്ലാം നമ്മുടെ പടലേക്ക് കെട്ടിവെച്ചിട്ടാണല്ലോ ഈ കാലമടം ചത്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ശവം കത്തിക്കാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാന്നേ. ശവം എവിടെ പോയാവോ? ഇനി അവന്റെ ബോഡി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കോ? എഴുന്നേറ്റ് സെമിത്തേരിയിലേക്ക് നടന്നു പോയതായിരിക്കും. തമ്മാടിക്കുഴി. തൊലിഞ്ഞ കാമഡി പറയാതെ മുഖംമൂടി ഐഡിയ പറഞ്ഞു തന്നെ നീയല്ലേ? കൊലക്കുറ്റവാ. രണ്ടുപേരും ചേർന്ന് സമാധാനം പറയേണ്ടി വരും. ആംബുലൻസ് സെറ്റിൽ ചെയ്ത് അയച്ചോ? പ്രായമല്ല, ഞാൻ ചത്തിട്ടില്ല. ഡിസ്ചാർജ് ചെയ്യുമ്പോഴെങ്കിലും കൂട്ടിക്കൊണ്ട് വരാൻ നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. 3-4 തവണ ആശുപത്രിക്കാരെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചു. ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ ജീവിതം തന്നെ ഇപ്പൊ ഔട്ട് ഓഫ് ഓർഡർ. അതെനിക്കും തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചിങ്ങ് പോന്നു. 1 മാസത്തെ ബെഡ് റെസ്റ്റ് ആ ഡോക്ടർ പറഞ്ഞേക്കണേ. വേണ്ടി വരും. കുണ്ടിയും കുത്തി വീണതല്ലേ? ഞാൻ സ്വന്തമായിട്ട് വീണതല്ലോ, പേടിപ്പിച്ച് തള്ളിയിട്ടതല്ലേ. പദശ്രമമാ, വകുപ്പ് വേറെയാ.
ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിക്കണമെന്ന് ആ ഡോക്ടർ പറഞ്ഞേക്കണേ. ഇപ്പൊ മൂസമ്പി ജ്യൂസ് കുടിക്കേണ്ട സമയമാ. പുഴിഞ്ഞോണ്ട് വാടോ. പറഞ്ഞത് കേട്ടില്ലേ? പുഴിഞ്ഞു കൊടുറ. പുഴിഞ്ഞു കൊടുക്ക, ഇല്ലെങ്കിൽ ഇവൻ നമ്മുടെ ചോര പുഴി. എനിക്കും കൂടി പുഴിഞ്ഞോണ്ട് വാ എന്ന് പറയാനല്ലേ? വേറെ ആളെ നോക്കി കീലേ. എന്താ പറഞ്ഞേ? അയ്യോ, നമുക്ക് പുഴിഞ്ഞു കളിക്കാം. അപ്പോ ഇവനിത് എവിടെ പോയി? നീ തനി ശ്രീകൃഷ്ണനാ വീരേന്ദ്ര. രണ്ടനല്ലേ എന്റെ പൊന്നമ്മായി. ഈ വല്യമ്മാമ പോലും അവിടെ ചെന്നാ നിമിഷം കൃഷ്ണനാവൂലേ. അപ്പോ അയ്യോ, അപ്പോ ഏതപ്പു? ഏതപ്പുവാടേ? എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. തിരുവട്ടാറിലെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന ആ വായി നോക്കി അപ്പു ഓർമ്മയില്ലേ? ഓ അപ്പു, എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നതാ. അവൻ എന്ത് പറ്റിയടേ? അവന്റെ അച്ഛൻ ചത്തു. ഒരു റീത്തെങ്കിലും വെക്കാൻ ഏർപ്പാടുണ്ടാക്കണം. ഒന്ന് വേടാ. എന്താ കാര്യം? പത്മിനി തമ്പുരാട്ടി വന്നു. അച്ഛനല്ല, അമ്മ. വീരേന്ദ്രന്റെ അമ്മ. മകനെ ഒന്ന് കൺകുളിർക്കെ കാണാനായി കണ്ണിൽ എണ്ണ ഒഴിച്ച് ആ വണ്ണമുള്ള അമ്മ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ വിശേഷങ്ങളൊക്കെ വീരേന്ദ്രൻ പറഞ്ഞു. വാദം വന്ന് കിടപ്പിലായതോ അപ്പോഴേ അറിഞ്ഞ്. വാദോ? ഒക്കെ വീരേന്ദ്രൻ പറഞ്ഞു. വലിയ സംസാരപ്രിയനാ. അതിശയം തന്നെ. അമ്മയെന്ന് വിളിക്കാൻ കൂടി പിശുക്ക് കാട്ടുന്നവനാ. ഇവിടെ വന്നപ്പോ സംസാരപ്രിയനാണെന്ന് വല്യമ്മാമ തന്നെ പട്ടം കൊടുത്തല്ലോ. അവൻ ബഹു മിടുക്കനാ. അത് തൈനസായി അവൻ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. പത്മിനി, അവനെ കണ്ടില്ലേ? ഇല്ല, ഇവിടെ മുഴുവൻ തിരക്കി. ചോദിക്കുമ്പോ മറുപടി പറയാൻ തന്നെ പലർക്കും വിഷമം. അകത്തേക്ക് കയറിയിരുന്നോളൂ. അവനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ആ, അവൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണ്, പെട്ടെന്ന് കാണാതെ. വീരേന്ദ്ര, പൊങ്ങി നോക്കണ്ട ആരെങ്കിലും കാണൂ. ഈ അജ്ഞാതവാസം അവസാനിച്ചു എന്ന് സന്തോഷിച്ചതാ. അപ്പതെ കെട്ടിയെടുത്തിരിക്കുന്ന ഒരു തള്ളയെ ഇനി തന്തെങ്ങാനും വരുവോ? വരുന്നു തോന്നല്ല. കേട്ടോടത്തോളം അവനൊരു തണ്ടില്ലാത്തവനാ. വീരേന്ദ്ര, 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 വീരേന്ദ്രൻ തമ്പുരാനെ, തമ്പുരാനെ, വീരേന്ദ്രൻ തമ്പുരാനെ, വീരേന്ദ്ര, വീരേന്ദ്ര, തമ്പുരാനെ, വീരേന്ദ്ര, വീരേന്ദ്ര. തമ്പുരാന്റെ ഓരോ വികൃതികള്. മണിയേ, ആ തള്ള ഇവിടെ നിന്ന് ഓടിക്കാതെ നിവൃത്തിയില്ല. നീ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാനൊന്ന് വരട്ടിയാലോ? ഒരു ഉഗ്രം വരട്ടിയാ അവര് വന്ന വഴി ഓടും. എങ്കിൽ വേഗം പോയി ഓടിക്കടാ. വരണു. ആരാ അത്? അറിയില്ലേ? സ്നേഹിതനാ, വീരേന്ദ്രന്റെ. നീയാണോ 6-7 കൊല്ലമായിട്ട് അവനെ വിടാതെ പിടിച്ചിരിക്കുന്ന സ്നേഹിതൻ? 6-7 ഞങ്ങളുടെ ബന്ധം തുടങ്ങിയിട്ട് വർഷം 10-16 ഇത്ര ഒച്ചയെ വരട്ടെന്താന്ന് അവനോട് പറയായിരുന്നു. ഇവിടെ വന്നിട്ട് നീ അവനെ വിടില്ല അല്ലേ? നിന്നെ വന്നോട്ടെ. കണ്ടേ. എന്താ കുട്ടി ഇത്? നിന്റെ ഒളിച്ചുകളി കുസൃതിയൊന്നും നിന്നെ വിട്ട് പോയില്ലേ? എന്ത് വേണം? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? അത് ചോദിക്കാൻ നീ ആരാ? ശരിയാ, സമ്മതിച്ചു. ഞാൻ ആരുമല്ല. പക്ഷെ എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ. എടാ നീ മിണ്ടിപ്പോര്. അമ്മയാണ് പോലെ അമ്മ. സ്വന്തം മകനെ കാണാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു അമ്മ പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു അമ്മ അമ്മയാകുന്നില്ല. സ്വന്തം മകന് നിങ്ങൾ ഒരു ഇറ്റ് സ്നേഹം കൊടുത്തിട്ടുണ്ടോ? സ്നേഹപൂർവ്വം അവനെ മോനെ ഒന്ന് വിളിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ മകൻ പോക്കരിയാവാതിരിക്കും? തെരുവുകൾ അടക്കി പിടിക്കുന്ന ഗുണ്ടയാവാതിരിക്കും? ഇന്ത്യയിൽ മാത്രമല്ല, ചിലപ്പോ അവൻ ലണ്ടനിൽ പോലും വൃത്തിയോട് കാണിച്ചു വരും. ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് നിങ്ങളാ. നിങ്ങൾ ഒറ്റൊരുത്തിയ. നിങ്ങളൊരു അമ്മയല്ല, ദുഷ്ടയാണ്, ദുഷ്ട. ലോകത്ത് ഒരു സ്ത്രീയും സ്വന്തം മകനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അതിന് നിങ്ങളൊരു സ്ത്രീയല്ലല്ലോ, പിശാചാണ്, തനി പിശാച്. ഇതൊക്കെ പറയാൻ മാത്രം ആരാ ഇവൻ? അങ്ങനെ പറയരുത് പത്മിനി. എത്രയായാലും സ്വന്തം മോനല്ലേ. മകനോ? ഇല്ല, ഇവരെന്റെ അമ്മയല്ല, ഞാൻ ഇവരുടെ മകനുമല്ല. വീരേന്ദ്ര മതി. വീരേന്ദ്രനോ? ഇവൻ ഇവൻ വല്യമാമി, ഇവൻ മതി. നീയൊക്കെ പിന്നെ പറയാം. അകത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. അങ്ങോട്ട് പോവുക. വീരേന്ദ്ര, ഇതിൽ ഭേദം അവളെ അങ്ങ് കൊല്ലാമായിരുന്നില്ലേ? അലിയ, കാലക്കി